أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا همة الشيخ اضري لنا بهذا المحضر ولتأتي بنظرة تأتي لنا بالظفر اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. നമ്മൾ ഖസീദ ഹംസിയുടെ ആദ്യത്തെ 2 വരികളുടെ വിശദീകരണമാണ് നോക്കിയത്. സയ്യിദുന ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ വിശദീകരണം. ഇനി നമുക്ക് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വിശദീകരണത്തിന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കാം. ആ കിതാബിൻ്റെ പേര് അൻവാറുൽ ഖുദ്സിയ്യ എന്നാണ്. ആദ്യത്തെ 2 ലൈനിൻ്റെ വിശദീകരണമാണ് ഇനി പറയുന്നത്. ലാ ശക്ക അന്ന സയ്യിദിന മൗലാന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സംശയമില്ല, സയ്യിദിന മൗലാന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദ് തറഖാ ഫിൽ മഖാമാത്തിൽ വല്ലഹ്വാൽ, എല്ലാ മഖാമുകളും എല്ലാ ആത്മീയമായ അവസ്ഥകളും താണ്ടി മുന്നോട്ട് ഗമിച്ചിട്ടുണ്ട്, ഏറ്റവും ഉന്നതമായ അവസ്ഥ കരസ്ഥമാക്കിയിട്ടുണ്ട്. വബല ആ മിനല്ലാഹി ആയത്തുൽ കമാൽ, അള്ളാഹുവിൽ നിന്നിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും പരിപൂർണമായ ഏറ്റവും ഉന്നതമായ പരിപൂർണതകളൊക്കെ അവിടുന്ന് കരസ്ഥമാക്കിയിട്ടുണ്ട്. വഹാദ മിൻ മറാത്തിബിൽ ഇഹ്തിസാസ് അൽ മഖാം അൽ അസ്നാം, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് പ്രത്യേകമായി നൽകിയ ഉന്നതമായ മർത്തബകളും ഔന്നിത്യമുള്ള മക്കാമ്പുകളൊക്കെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേടിയിട്ടുണ്ട്. വജാസ കുല്ലു മഖാമിൻ ലൈരിഹി ഹിസ്സം വ മഅന, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എല്ലാ മക്കാമുകളിലൂടെയും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചിട്ടുണ്ട്, ഭൗതികമായിട്ടും ആത്മീയമായിട്ടും. അപ്പം ഭൗതികമായും ആത്മീയമായും മറ്റാർക്കും ലഭിക്കാത്ത എല്ലാ പരിപൂർണതകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റുള്ളവരൊക്കെ കടന്നു പോയിട്ടുള്ള എല്ലാ പദവികളിലൂടെയും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖസീദത്തുൽ ബുർദയിൽ പറയുന്നുണ്ടല്ലോ, ഫഖുസ്ത കുല്ല ഫഖാരിൻ ഐറ മുസ്തരിഖിൻ വജുസ്ത കുല്ല മഖാമിൻ ഐറ മുസ്ദഹിമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി ഫഹുസ്ത കുല്ല ഫഖാരിൻ, അവിടുന്ന് എല്ലാ അഭിമാനത്തിൻ്റെയും പദവികൾ സ്വീകരിച്ചിട്ടുണ്ട്, എല്ലാം അവിടുന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. ഐറ മുസ്തരിക്കിൻ, എന്നാൽ ആ പദവികളിൽ വേറൊരാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പങ്കുകാരനില്ല. ആർക്കും പങ്കുകാരനില്ലാത്ത എല്ലാ ഉന്നതമായ പദവികളും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരസ്ഥമാക്കിയിട്ടുണ്ട്. വജുസ്ദ കുല്ല മഖാമിൻ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മഖാമുകളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. ഐറ മുസ്ദഹിമി, തിക്കും തിരക്കൊന്നുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ മറ്റുള്ളവർ കടന്നു പോയിട്ടുള്ള എല്ലാ പടവുകളിലൂടെയും കടന്നു പോവുകയും എന്നാൽ ആർക്കും നേടിയെടുക്കാൻ പറ്റാത്ത ഒരുപാട് മഖാമുകളും പദവികളും കരസ്ഥമാക്കുകയും ചെയ്തു. എന്നാൽ മറ്റ് അമ്പിയാക്കന്മാർക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എളുപ്പം ലഭിക്കുകയും എന്നാൽ മറ്റുള്ളവർക്ക് ആർക്കും ലഭിക്കാത്തത്, ആരും പങ്കുകാരില്ലാത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഒരുപാട് വേറെയും ലഭിക്കുകയും ചെയ്തു. വബിത്ത തർഖാ ഇലാ അനിൽത മൻസിലതൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്റഖ് വലം തറുമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി വബിത്ത തർഖാ, മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും അവിടുത്തെ യാത്ര, അവിടുത്തെ ആത്മീയമായ ഉയർച്ചയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇലാ അനിൽത മൻസിലതൻ, ഒരു സ്ഥാനത്തെത്തിച്ചേരുന്നത് വരെ. ഏതാണ് ആ സ്ഥാനം? മിൻ ഖാബ ഖൗസൈനി എന്ന സ്ഥാനത്തെത്തിച്ചേരുന്നത് വരെ. ലം തുദ്റഖ് വലം തുറമി, എന്നാൽ ആ സ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതാർക്കും നേടിയെടുക്കാൻ പറ്റുന്നതോ മോഹിക്കാൻ പോലും പറ്റുന്നതല്ല. ഫബിത്ത തർഖാ ഇലാ അനിൽത മൻസിലതൻ മിൻ ഖാബ ഖൗസൈനി ലം
തദ്റഖ് വലം തുറമീ. ഇവിടെ ഷെഹൂറുകൾ പിന്നെ വിശദീകരിക്കുകയാണ്. തർക്ക ഐ തർത്തഫിഉ വ തഅലു. ഇവിടെ തർക്ക എന്ന് പറഞ്ഞാൽ ഉയർന്നു എന്നൊക്കെയാണ്. റുഖിയ്യക ബികസ്രി ഖാഫി മസ്ദറു റഖിയ ബികസ്രി ഇദാ കാന ഹിസിയൻ. അവിടെ റുഖിയ്യക എന്നുള്ളതിന് ഖാഫിന് പിന്നെ കസറാണ് കൊടുത്തതെങ്കിൽ അത് ഹിസിയായ, അതായത് ഭൗതികമായ ഒരു ഉയർച്ചനെയാണ് കാണിക്കുന്നത്. അബിൽ ഫതഹ് ഇദാ കാന മാനവിയൻ. എന്നാൽ ആ ഖാഫിന് ഫതഹാണ് കൊടുത്തതെങ്കിൽ മാനവിയായ ആത്മീയമായ ഉയർച്ചയാണ് കാണിക്കുന്നത്. വഹുന യസിഖാൻ മഅൻ. എന്നാൽ ഇത് രണ്ടും ഇവിടെ ശരിയാണ്. ഈ ഭൗതികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്നു എന്ന് പറയുന്നതും ആത്മീയമായി ഉയർന്നു എന്ന് പറയുന്നതും രണ്ടും ഇവിടെ ശരിയാണ്. ഫഖദ് തർക്ക സയ്യിദിന സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്നിട്ടുണ്ട് ലൈലത്തുൽ ഇസ്രാഇന്റെ രാത്രിയിൽ. ബിബദനിഹി ഷരീഫ, അവിടുത്തെ പവിത്രമായ ശരീരം കൊണ്ട് തന്നെ. ഇലാ സിദ്റത്തുൽ മുൻതഹയിലേക്കും, സുമ്മ ഇലൽ മുസ്തവ, പിന്നെ മുസ്തവയിലേക്കും. അല്ലദീ സമിഅ ഫീ ശരീഫിൽ അഖ്ലാം, അവിടെ എഴുത്തിൻ്റെ ദൈവികമായ വിധികളുടെ എഴുത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്ന പിന്നെ മുസ്തവയിലേക്കും ശ്വാസങ്ങൾ ഉയർന്നു. സുമ്മ ഇലൽ അർശിൽ ഹഖീഖി വറഫ്റഫ്, അതുപോലെ അർശിലേക്കും പിന്നീട് റസൂലുള്ളാഹി ശ്വാസങ്ങൾ ഉയർന്നു. എങ്ങനെയാണ് ഉയർന്നത്? റഫ്റഫിൻ്റെ, അതായത് അവിടെ ഉദ്ദേശിക്കുന്ന മഹബത്തിൻ്റെ ശ്വാസങ്ങൾ. ജിബ്രീൽ അലൈഹി ഇസ്ലാം ഒരു പരിധി വരെ കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാമും ബുറാഖും എന്നല്ലല്ലോ കൊണ്ടുപോയത്. പിന്നെ ശ്വാസങ്ങളെ കൊണ്ടുപോയത് അള്ളാഹുവിൻ്റെ മഹബത്തിൻ്റെ, അള്ളാഹുവിലേക്കുള്ള ആകർഷണത്തിൻ്റെ ചിറകിലേന്തിയിട്ടാണ് ജിബ്രീൽ അലൈഹി ശ്വാസങ്ങൾ യാത്ര ചെയ്തത്. അതാണ് സുമ്മ ഇലാ അർശിൽ ഹഖീഖി വറഫ്റഫി സുമ്മ ഇലാ റുഅയതി, പിന്നെ അവിടുന്ന് അങ്ങോട്ട് അള്ളാഹുവിനെ കാണുന്ന അവസ്ഥയിലേക്കും. വസമാഇൽ ഖിതാബ്, അള്ളാഹുവിൻ്റെ ശബ്ദം കേൾക്കുന്ന, സംസാരം കേൾക്കുന്ന അവസ്ഥയിലേക്കും. ബിൽ മുഖാഫഹതി, നേരിട്ട് സംസാരം കേട്ടുന്ന അവസ്ഥയിലേക്കും. വകഷ്ഫിൽ ഹഖീഖിയായ യഥാർത്ഥത്തിലുള്ള മറ നീങ്ങുന്ന അവസ്ഥയിലേക്കും ശ്വാസങ്ങൾ ഉയർന്നു. ഇത് ഭൗതികമായിട്ടാണ് ശ്വാസങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. വഖദ് കാന സല്ലല്ലാഹു അലൈഹി വസല്ലം തർഖാ ഫിൽ മഖാമത്തി വൽ അഹ്വാൽ, അതുപോലെ തന്നെ റസൂലുള്ളാഹി ശ്വാസങ്ങൾ ഉയർന്നിട്ടുണ്ട് ആത്മീയമായ എല്ലാ മഖാമുകളിലേക്കും, ആത്മീയമായ എല്ലാ അവസ്ഥകളിലേക്കും. ഇലാ അൻബല അഖ്സാ ആയത്തുൽ കമാൽ, ആർക്കും എത്തിച്ചേരാൻ പറ്റാത്ത ഏറ്റവും പരിപൂർണമായ അവസ്ഥയിലേക്കും ആത്മീയമായ അവസ്ഥയിലേക്കും അവിടുന്ന് ഉയർന്നിട്ടുണ്ട്. ഭൗതികമായിട്ട് തന്നെ ഇസ്രായിൻ്റെ യാത്രയിൽ ശ്വാസങ്ങൾ ശരീരം കൊണ്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഹിസ്സിയായ ശരീരം കൊണ്ടുള്ള ഉയർച്ചയാണ്. അതുപോലെ തന്നെ ശ്വാസങ്ങൾ ആത്മീയമായിട്ട് ഒരാൾക്കും നേടാൻ പറ്റാത്ത പരിപൂർണതകൾ മുഴുവൻ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി ശ്വാസങ്ങൾ ആത്മീയമായി ഉന്നതമായ പദവിയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഖദിസ്ത ഉമിലത്തിൽ ലഫ്ലത ഫീ മഅനീഹാ ഹഖീഖത്തി വൽ മജാസി വഹുവ ജായിസുൻ അലൽ അസഹ്. അതുകൊണ്ട് തന്നെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു യാത്ര ശാരീരികമാണെന്ന് പറഞ്ഞാലും ആത്മീയമാണെന്ന് പറഞ്ഞാലും രണ്ടും ഈ വിഷയത്തിൽ ശരിയാണ്. വൈൻ കുൽത്തു നുഫിയ റുഖിയ്യിൽ അംബിയാഇ ലാ യസ്തൽസിമു നുഫിയ റുഖിയ്യിർ റുസുൽ. ഇവിടെ അമ്പിയാക്കന്മാർ ഉയരൂല എന്നാണല്ലോ പറഞ്ഞത്. അമ്പിയ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അപ്പോൾ അമ്പിയാക്കന്മാർ ഉയരൂല എന്ന് പറഞ്ഞാൽ അപ്പോൾ മുർസലീങ്ങൾ ചിലപ്പോൾ ഉയർന്നുകൂടായില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, അങ്ങനെ പറഞ്ഞേക്കാം. ലിഅന്ന അമ്മ ലാ ദലാലത ലഹു അലൽ അഖസ്സിൽ മുഅയ്യൻ. കാരണം ചിലർ പറയും പൊതുവായി പറഞ്ഞതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ടാവുമല്ലോ എന്നർത്ഥത്തിൽ. കൊളുത്തു എന്നാൽ പിന്നെ ഷെയ്ഖുകൾ പറയാണ് യൂഖദു മിൻഹു ഖൗലിഹി യാ സമാഅൻ മാ തഅവലതുഹു സമാഉ. ഒരു ആകാശത്തിന് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര വലിയ ആകാശമേ എന്നൊരു ശ്വാസങ്ങളെ പറ്റി പറഞ്ഞല്ലോ കവി. ഖദ് നഫാ മുതാവലത അനിൽ ജമീഅ, അതിൽ നിന്ന് എല്ലാവർക്കും ആർക്കും അവിടെ എത്തിച്ചേരാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്, അമ്പിയാക്കന്മാർക്ക് മാത്രമല്ല. അപ്പോൾ ഒരാൾക്കും എത്തിച്ചേരാൻ പറ്റാത്ത ആകാശമേ എന്ന് പറയുന്നതിലൂടെ പിന്നെ അവിടെ അതിനേക്കാൾ മുകളിലൊന്നും ഇല്ലല്ലോ, നബിമാരാവട്ടെ മുർസലീങ്ങളാവട്ടെ. അപ്പോൾ ഇവിടെ എല്ലാവരെയും അത് ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. വായിദൻ
ഫനുഫി അൽ ഹഖീഖത്തി മുത്ലഖത്തൻ തൽതസിമു നഫിയഹ മഅ ഖൈദിഹ. അതുകൊണ്ട് മാത്രമല്ല പൊതുവായ ഒരു കാര്യം പറഞ്ഞാൽ, അതായത് ഇവിടെ അമ്പിയാക്കന്മാർക്കൊന്നും ഉയരാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മുർസലീങ്ങൾക്കും ഉയരാൻ പറ്റൂല എന്ന് നമുക്ക് മനസ്സിലാവും. വല അക്സ, എന്നാൽ തിരിച്ച് സംഭവിക്കണം എന്നില്ല. സബത അൻ അബീ ദർ, ഇത് നമുക്ക് അബൂദർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാവും. കുൽത്തു, അബൂദർ റളിയല്ലാഹു അൻഹു സ്വഹാബികളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖമീർ റസൂൽ മിൻഹും, എത്ര മുർസലീങ്ങളുണ്ട് എന്ന് ചോദിച്ചു. നിങ്ങളെ കൂട്ടത്തിൽ എത്ര മുർസലീങ്ങളുണ്ട്? ഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, സലാസമിയത്തും വഅർബഅത അശറ ജമ്മുൻ ഗഫീർ, 314 വലിയൊരു കൂട്ടം മുർസലീങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഖുൽതു യാ റസൂലല്ലാഹ്, അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, മൻ കാന അവ്വലുഹും, അവരിൽ ആദ്യത്തെ ആളാരാണ്? ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദം അലൈഹിസ്സലാമാണ് ആദ്യത്തെ ആള്. സുമ്മ ഖാല, ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തുടർന്നു, യാ അബൂദറെ, അർബഅത്തു സുരിയാനിയൂൻ, ആ മുർസലീങ്ങളിൽ 4 പേര് സുരിയാനി ഭാഷ സംസാരിക്കുന്നവരാണ്. അവരുടെ ഭാഷ സുരിയാനിയായിരുന്നു. അതുകൊണ്ടാണ് ചില ഉന്നതരായ മശായിഖന്മാർ അവരുടെ രഹസ്യങ്ങളൊക്കെ കോഡ് ചെയ്യാൻ സുരിയാനി ഭാഷ ഉപയോഗിക്കാറുണ്ട് ഇപ്പോഴും. അപ്പോൾ ആദം അലൈഹി ഇസ്ലാം, ഈസ നബി അലൈഹി ഇസ്ലാം പോലെ ഒരുപാട് നബിമാർ അവരുടെ ഭാഷയായി സ്വീകരിച്ചത് സുരിയാനിയായിരുന്നു. അർബഅത്തു സുരിയാനിയൂൻ, ആരൊക്കെയാണത്? ആദമു വ ശീസും വ നൂഹുൻ വ ജനൂഹ്, ആദമു, ശീസ്, നൂഹ്, ജനൂഹ് എന്നിവരാണത് അലൈഹിസ്സലാത്തു വസ്സലാം. വഹു ഇദ്രീസ്, ജനൂഹ് എന്ന് പറഞ്ഞാൽ ഇദ്രീസ് അലൈഹി സ്വലാമാണ്. വഹു അവ്വലു മൻ ഹത്ത ബിഖലം, ഇദ്രീസ് അലൈഹി സ്വലാമാണ് ആദ്യമായി പേന കൊണ്ട് എഴുതിയത്. ഇതിൽ നോക്കൂ, നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെയും വിഭാഗം പറയുന്നിടത്തൊക്കെ 4 എന്നുള്ള എണ്ണം കൊണ്ടുവരുന്നത് കാണാം. എല്ലാ സുരിയാനി ഭാഷക്കാർ അത് 4, അറബി ഭാഷക്കാർ 4, അങ്ങനെ കുറഞ്ഞ 4 കൊണ്ട് കാണാം. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാഥാർത്ഥ്യങ്ങളിലേക്കും അതിൻ്റെ ഒക്കെ സൂചനകൾ, അതിൻ്റെ ഒക്കെ രഹസ്യങ്ങളിലേക്കൊക്കെയുള്ള സൂചന തരുന്നുണ്ട്. ബഹുവ ഇദ്രീസ്, ഇപ്പോൾ ഈ ഹനൂൻ എന്ന് പറഞ്ഞ നബി, അത് ഇദ്രീസ് നബി അലൈഹി സ്വലാമാണ്. ഇദ്രീസ് നബി അലൈഹി സ്വലാമാണ് ആദ്യമായിട്ട് പേന കൊണ്ട് എഴുതിയത്. അതുകൊണ്ട് ഇദ്രീസ് നബി അലൈഹി സ്വലാമിന് മഹാന്മാരായ ആരിഫീങ്ങൾ പലരും ഖുത്ബാനിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാറുണ്ട്. ഇദ്രീസ് നബി അലൈഹി സ്വലാം പേന കൊണ്ട് ആദ്യമായി എഴുതിയത് കൊണ്ടും, കലം ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് കലമാണ്, എഴുത്താണെന്നുള്ള അർത്ഥത്തിൽ ആ തജല്ലി കൊണ്ടും ഇദ്രീസ് നബി അലൈഹി സ്വലാമിൻ്റെ പല കാര്യങ്ങളെയും ഖുത്ബാനിയത്തുമായി എണ്ണി പറയാറുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹു തങ്ങളൊക്കെ അവരിൽപ്പെട്ടവരാണ്. വ അർബ മിനൽ അറബ്, 4 പേര് അറബികളാണ്. ഹൂദും വ സ്വാലിഹും വ ശുഐബും വ നബിയുക യാ ബദർ. അപ്പോൾ അതിൽ ആ 4 പേര് അറബികളാണ്. അറബികൾ ആരൊക്കെയാണ്? ഹൂദ് നബി അലൈഹി സ്വലാം, സ്വാലിഹ് നബി അലൈഹി സ്വലാം, ഷുഐബ് നബി അലൈഹി സ്വലാം, പിന്നെ അതുപോലെ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. ഇവർ 4 പേരും അറബികളാണ്. അവ്വലു നബിയ്യിൻ മിൻ നബി ഇസ്രായീൽ ഹുവ യാക്കൂബ് അലൈഹിസ്സലാം. അപ്പോൾ ഇസ്രായേലിയർക്ക് ആദ്യമായി അയക്കപ്പെട്ട നബി യാക്കൂബ് നബി അലൈഹിസ്സലാമാണ്. യാക്കൂബ് നബിൻ്റെ പേരാണ് ഇസ്രായേൽ, അതുകൊണ്ടാണ് ബനി ഇസ്രായേൽ എന്ന് പറയപ്പെടുന്നത്. പിന്നെ മൂസ വ ഈസ ആഖിറുഹും, അവരിൽ അവസാനക്കാരാണ് മൂസാ നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാമും ഒക്കെ. അവ്വലു നബിയ്യിന ആദമ വാഹിറും നബിയുക്, നബിമാരുടെ ആദ്യം ആദം നബി അലൈഹി സ്വലാമും അവസാനക്കാരൻ നിങ്ങളുടെ നബിയും, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഖാല ഷാരിഹ്, ഇപ്പോൾ വിശദീകരിക്കുന്ന ആള് പറയാണ്, വകൈഫ യുസാവൂനക മിൻ ഇർതിഫാഇകൽ അദീം, എങ്ങനെയാണ് അങ്ങയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥകളെ അവർക്ക് തുലനം ചെയ്യാൻ പറ്റുക, തുല്യമാവാൻ സാധിക്കുക. വഖദ് ഹാല ഐ ഹജസ മന, അതായത് അവിടെ അവർക്ക് തടസ്സമായിട്ടുണ്ട്, അവരതിൽ നിന്ന് തടയുന്നുണ്ട്. സന ബികസ്രി ഐ ലവ് അൽ അദീം വനൂറുൽ ബാഹിർ, ഏറ്റവും വലിയ വെളിച്ചവും
കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവും ഒക്കെ അവരതിൽ നിന്ന് തടയുന്നുണ്ട്. മിനുക്ക എവിടെ നിന്ന് വരുന്ന വെളിച്ചാണ്? അങ്ങയിൽ നിന്ന് വരുന്ന വെളിച്ചം. അതായത് അങ്ങയിൽ നിന്ന് വരുന്ന ഉന്നതമായ വെളിച്ചവും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവും ഒക്കെ അവരെ അങ്ങയുടെ അടുത്തേക്ക് വരുന്നത്, അങ്ങയുടെ അടുത്തേക്ക് എത്തുന്നതിൽ നിന്ന് അവരെ തടയുന്നുണ്ട്. ഐ സാദിർ മിൻക, അങ്ങയിൽ നിന്ന് വരുന്ന വെളിച്ചം. ഹസ്സഖ് അല്ലാഹു തആല ബിഹി, ആ വെളിച്ചം അള്ളാഹു അങ്ങേക്ക് പ്രത്യേകമായി നൽകിയതാണ്, അങ്ങേക്ക് നൽകപ്പെട്ട പ്രത്യേകതയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖീൽ അൽ മുറാദു മിനൽ ഖുർആൻ ലദീം മജാസൻ, എന്നാൽ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഖുർആൻ കൊണ്ടാണ് അവർക്ക് അങ്ങയിലേക്ക് എത്താൻ പറ്റാത്തത് എന്നൊരു വ്യാഖ്യാനവുമുണ്ട്. വഖീല, ഇങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്, മഹ്തസ്സല്ലാഹു ബിഹി, അല്ലാഹു തആല അവിടത്തേക്ക് നൽകിയ മിൻ ജമാലിൽ ലാഹിർ, ബാഹ്യമായ സൗന്ദര്യങ്ങളും, മിൻ സിർരി ദാത്തിഹി ഷരീഫ്, അവിടുത്തെ ശരീരത്തിലേക്ക്, അവിടുത്തെ പവിത്രമായ ശരീരത്തിലേക്ക് അള്ളാഹു നിക്ഷേപിച്ച രഹസ്യങ്ങളും, അതിൻ്റെ രഹസ്യങ്ങളും, വഹുസ്നെ ഹുൽഖിൽ കരീം, അതുപോലെ അവിടുത്തെ ഏറ്റവും നല്ല പെരുമാറ്റവും, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് അങ്ങയിലേക്ക് എത്താൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ബാഹ്യമായിട്ടുള്ള അങ്ങയുടെ സൗന്ദര്യം, അങ്ങയുടെ ശരീരത്തിൽ അള്ളാഹു വച്ചിട്ടുള്ള രഹസ്യങ്ങൾ, അതുപോലെ അങ്ങയുടെ ഏറ്റവും ഉന്നതമായ ഏറ്റവും സൗന്ദര്യമുള്ള സ്വഭാവവിശേഷണങ്ങൾ, ഇതുകൊണ്ടൊക്കെയാണ്. അതുപോലെ ജമാലുൽ ബാത്തിൻ, അവിടുത്തെ ആന്തരികമായ സൗന്ദര്യങ്ങൾ കൊണ്ടും, ബിമാ ഇസ്തമൽ അലൈഹി മിനൽ മആരിഫ്, അള്ളാഹുവിൻ്റെ മാരിഫത്ത് ഉൾക്കൊള്ളുന്ന, വാസുറാർ, അള്ളാഹിൻ്റെ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന അങ്ങയുടെ ബാത്തിനിയായ സൗന്ദര്യമാണെന്ന് പറയപ്പെടുന്നുണ്ട്. വല്ലത്തി ലാ യഅലമുഹ ഇല്ലാ മുതഫല്ലലു അലൈഹി ബിദാലിക്, അതിൻ്റെ മഹത്വം, അതിൻ്റെ വലുപ്പം, അതിൻ്റെ ഔന്നത്യം അങ്ങേക്ക് നൽകപ്പെട്ട ആൾക്കല്ലാതെ അറിയില്ല, അള്ളാഹ്ക്കല്ലാതെ അറിയില്ല. അപ്പോൾ ഇവിടെ അമ്പിയാക്കന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പദവിയിലേക്ക് എത്തുന്നതിൽ നിന്ന് തടയുന്നത് എന്താണ്? അതിൻ്റെ ഒരു അഭിപ്രായം, അത് റസൂലുള്ളാഹി തങ്ങളെ ബാഹ്യമായ സൗന്ദര്യങ്ങൾ കൊണ്ടും ആന്തരികമായ സൗന്ദര്യങ്ങൾ കൊണ്ടാണ്. ബാഹ്യമായ സൗന്ദര്യം തന്നെ അവിടുത്തെ ശരീരത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ള രഹസ്യങ്ങൾ, അവിടുത്തെ സ്വഭാവം ഒക്കെയാണ്. ആന്തരികമായ സൗന്ദര്യം തന്നെ അവിടുത്തെ ഉള്ളിൽ അള്ളാഹു വെച്ചിട്ടുള്ള മാരിഫത്തുകളും അസ്റാറുകളും, ആ മാരിഫത്തും അസ്റാറുകളുടെയൊക്കെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അത് നിക്ഷേപിച്ച ആൾക്കല്ലാതെ അറിയില്ല എത്രമാത്രം നിക്ഷേപിക്കപ്പെട്ടതെന്ന്. അപ്പോൾ അതൊക്കെയാണ് അവരെ അങ്ങയുടെ മഹത്വത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് തടയുന്നത്. മുഖദ് സമ്മാഹുല്ലാഹു തആല നൂറൻ ഫി കൗലിഹി, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ് എന്ന് വിളിച്ചിട്ടുണ്ട്, പ്രകാശം എന്ന് വിളിച്ചിട്ടുണ്ട്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വ കിതാബുൻ മുബീൻ, നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്, തീർച്ചയായും വന്നിട്ടുണ്ട്, നൂറുൻ ഒരു പ്രകാശം, വ കിതാബ് മുബീൻ പിന്നെ കിതാബും. അപ്പോൾ ഇവിടെ നൂറ് എന്ന് പറഞ്ഞാൽ അലൽ അഹദി തവാസിർ, ഒരു തഫ്സീറിൽ അതിൻ്റെ അർത്ഥം നൂറ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹികളും കിതാബും വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ റസൂലുള്ളാഹി നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രകാശം കൊണ്ടാണ് അവർക്ക് അങ്ങയിലേക്ക് എത്താൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ മിൻ ദുആഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ദുആവും കാരണവും, ആ ദുആ തുടങ്ങുന്നത് അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറൻ, അള്ളാഹു എൻ്റെ ഹൃദയത്തിൽ പ്രകാശം നിറക്കി. പിന്നെ അവസാനിക്കുന്നത് ജഅൽനി നൂറൻ, അവസാനം നീ എന്നെ തന്നെ നൂറാക്കി മാറ്റ്. അതിൻ്റെ ദുആ ഇങ്ങനെ, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറൻ വഫീ ലിസാനി നൂറൻ വഫീ സമഇ നൂറൻ വഫീ ബസരി നൂറൻ വമിൻ ഫൗഖി നൂറൻ വമിൻ തഹ്തി നൂറൻ വമിൻ യമീനി നൂറൻ വമിൻ ശിമാലി നൂറൻ വമിൻ ബൈനി യദൈ നൂറൻ വമിൻ ഖൽഫി നൂറൻ വജഅൽ ഫീ നഫ്സി നൂറൻ വഅദിം ലീ നൂറൻ വജഅൽനി നൂറൻ. അപ്പോൾ അള്ളാഹു ശ്വാസങ്ങൾ ദുആ ചെയ്യാണ്, പിന്നെ എൻ്റെ കൽബിൽ പ്രകാശം നിറക്കി, എൻ്റെ മുമ്പിൽ പ്രകാശം നിറക്കി, ബാക്കിലും പ്രകാശം നിറക്കി, മുകളിലും താഴെയും വലത്തും ഇലത്തും എല്ലായിടത്തും പ്രകാശം നിറക്കി, അവസാനം നീ എന്നെ തന്നെ പ്രകാശമാക്കി മാറ്റുക എന്ന് പറഞ്ഞ ഒരു ദുആ ഉണ്ട്. അപ്പോൾ അവിടെയും വിശ്വാസങ്ങൾ നൂറെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ നൂറുൽ അൻവാർ, അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ പ്രകാശത്തിൻ്റെയും മേലുള്ള പ്രകാശമാണ്. വലിദാലിക ഹാലത്ത് അൻവാറുഹു ദൂനഹും വഹാല ഐദൻ വലിദാലിക ഹാലത്ത് അൻവാറുഹു, അതുകൊണ്ടാണ് ഈ പ്രകാശമാണ് അവരെ പിന്നെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് തടയുന്നത്. ദൂനഹും വഹാല ഐദൻ ബൈനഹു വബൈനഹും,
ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവരുടെയും ഇടയിലുള്ള ഒരു തടസ്സമായി നിൽക്കുന്നത്. അതുപോലെ തന്നെ റിഫഅത്തു അലീമത്തുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നതമായ സ്ഥാനവും. ഖാല ഖുതുബുൽ അഖ്താബ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി, ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഇവിടെ നഫഅന അല്ലാഹു ബിഹി, അവരെ കൊണ്ട് നമ്മൾക്ക് ഉപകാരം കിട്ടട്ടെ ദുആ ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഷാദുലി തുരീക്കത്തേരനാണ്, അതുകൊണ്ട് മറ്റേ ഔലിയാക്കന്മാരെ ബർക്കത്ത് തേടുന്നതുകൊണ്ടൊന്നും അവർക്ക് കുഴപ്പമില്ല. ഓരങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ചെയ്യണ്ട. ബഅദ കലാമിൻ ലഹു മിൻ ഖദിയത്തുൽ ഇസ്രാ മിറാജിലെ ഇസ്രാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ചിലതൊക്കെ പറഞ്ഞതിന് ശേഷം സുമ്മ ആദ ഇല മആലിമിഹി വാഹുലുൽ ആലമിഹി, പിന്നെ ഇസ്രാവ് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരികയാണ്. തിരിച്ച് ഭൂമിയിലേക്ക് വരുന്ന സമയത്ത്, പിടിച്ച് നമ്മളെ ലോകത്തേക്ക് വരുന്ന സമയത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ. ഇസ്രാവ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന അവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. എന്താണ്? റഅസാഉൽ മലായികത്തി തളഉ അജ്നിഹതഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ റസാൽ മലായിക്കത്തുകളുടെ നേതാക്കന്മാർ തളഉ അജ്നിഹതഹ, അവരുടെ ചിറകിനെ അവർ വിരിച്ചു കൊടുത്തു. ഫീ മവാത്തിഇ ഖദമൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലിങ്ങനെ വെക്കാൻ വേണ്ടി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാലിങ്ങനെ വെക്കുമ്പോഴും മലായിക്കത്ത് ഇങ്ങനെ ചിറക് വിരിച്ചു കൊടുത്തു, ആ കാല് അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. വേറെ അടുത്തും വെക്കരുത്, മലായിക്കത്തിൻ്റെ ചിറകിൻ്റെ മുകളിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞ രൂപത്തിൽ അവരിങ്ങനെ ചിറക് വിരിച്ചു കൊടുത്തു, അങ്ങനെ സ്റ്റെപ്പ് വെക്കുന്നതിന് തൊട്ട്. അപ്പോൾ മലായിക്കത്തുകളുടെ നേതാക്കന്മാർ, ചെറിയ മലായിക്കത്തല്ല, അവരുടെ നേതാക്കന്മാർ തളഉ അജ്നിഹതഹ, അവരുടെ ചിറകുകൾ ഇങ്ങനെ വിരിച്ചു കൊടുത്തു. മിൻ ഫീ മവാത്തിനി ഖദമൈഹി, റസൂലുള്ളാഹി രണ്ട് കാലുകൾ ഇങ്ങനെ വെക്കുന്ന സ്ഥലങ്ങളിൽ. റൂഹുൽ അമീനായ ജിബ്രീൽ അലൈഹിസ്സലാം യഹ്മിലു ബൈന യദൈഹി ആശിയത്തു ഫഖ്രിഹി, റസൂലുള്ളാഹി മുമ്പിലൂടെ ഇങ്ങനെ സാധാരണ ഇങ്ങനെ ഉണ്ടാവില്ല, ഈ കല്യാണ പെണ്ണും ചെക്കനൊക്കെ പോകുമ്പോൾ രണ്ടാൾക്കാർ മുമ്പിൽ ഇങ്ങനെ ഒരു സാധനമായിട്ട് പിടിച്ചിങ്ങനെ പോകൽ, എന്നിട്ട് ഒരു പെണ്ണ് ബാക്കിലായിരിക്കും ഉണ്ടാവുക, ഒരു കുടൻ്റെ കീഴിൽ, ആർക്കും അറിയാത്ത പോലെ അങ്ങനെ സംഭവം ഉണ്ടാവില്ലേ? ഇപ്പോഴൊക്കെയുള്ള കല്യാണത്തിലൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ നല്ല ഉണ്ടായിട്ടുണ്ടല്ലോ. അതുപോലെയല്ല, അതിനേക്കാളൊക്കെ എത്രയോ ഉന്നതമായ റസൂലുള്ളാഹിയുടെ വരവിൻ്റെ മുമ്പിലായിട്ട് വലിയൊരു കുട വിരിച്ചിട്ട് ആ റസൂലുള്ളാഹിയുടെ മഹത്വം കാണിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ പോവാണ്, റസൂലുള്ളാഹി അതിൻ്റെ പിന്നിൽ വരുന്ന രൂപത്തിൽ. അതുപോലെ യതൂഫു ബിഹി ബൈനൽ മലായികത്തി തഅലീമൻ ലിഖദ്രിഹി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ഈ ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ തങ്ങളെടുത്തിട്ട് മലായിക്കത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്, ചുറ്റിക്കറങ്ങാണ്. തഅലീമൻ ലിഖദ്രിഹി, റസൂലുള്ളാഹിയുടെ മഹത്വം കൊണ്ട്, ആ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം റസൂലുള്ളാഹിയുടെ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിയെ ഏറ്റി ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ മലായിക്കത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ആ വരുന്നതിൻ്റെ ആഘോഷം കാണിക്കലുണ്ടല്ലോ, അതായത് നമ്മളിങ്ങനെ ഒരു വലിയ പദവി കിട്ടിയ ആൾക്ക് കൊടുക്കുന്ന ആഘോഷങ്ങൾ, അതേപോലെയാണ് റസൂലുള്ളാഹി ഇങ്ങനെ മുമ്പിലിങ്ങനെ സ്റ്റെപ്പ് വെക്കുമ്പോൾ ആ സ്റ്റെപ്പിൻ്റെ അടിയിലൊക്കെ മലക്കുകൾ ചിറക് പിടിച്ചെടുക്കും. ജിബ്രീൽ അലൈഹിസ്സലാം വലിയൊരു കുടയൊക്കെ ആയിട്ട്, ആ ഒരു ആത്മീയമായൊരു കുടയായിട്ട് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ആളുകളെ മുമ്പിൽ ഇങ്ങനെ വലിയൊരു അവസ്ഥ എത്തിച്ചിട്ട് വരുന്ന ആളെ പോലെ ഇങ്ങനെ കൊണ്ട് ആനയിക്കാൻ വേണ്ടി. അതുപോലെ റസൂലുള്ളാഹിയെ ഏറ്റിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ മലക്കുകളെ കൂടെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്, റസൂലുള്ളാഹിയുടെ മഹത്വം പിന്നെ കാണിക്കാൻ വേണ്ടി. ആദമു യർഫഉ ഹൽവിയത ജലാലത്തിഹി, ആദം അലൈഹിസ്സലാം പിന്നെ അവരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രതാപത്തിൻ്റെ കൊടി പിടിക്കുന്നുണ്ട്. ഇബ്രാഹിം യൻസുറു ആലാമു മഹാബത്തിഹി, അവിടുത്തെ ഗാംഭീര്യത്തിൻ്റെ പിന്നെ കൊടി ഇബ്രാഹിം അലൈഹിസ്സലാം പാറിപ്പറപ്പിക്കുന്നുണ്ട്. അതായത് അവിടെ ആദം അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം രണ്ടുപേരും രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ് അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ. നബി അലൈഹി സ്വലാം പറയുമ്പോൾ ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ നബി എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും അവരോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമും എല്ലാ മതങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്ക് കണക്ട് ചെയ്തിട്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്ക് കണക്ട് ചെയ്യാത്തൊരു മതവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേരെന്ന് പറഞ്ഞാൽ എല്ലാ നബിമാരുമാണ്. ആ രണ്ട് പേര് അവരിൽ ഏറ്റവും വലിയ ആളുകളാണ്. അല മഹാബത്തിഹി വമൂസ യുനാജി ഹബീബഹു
അതുപോലെ മൂസാ നബി അലൈഹി സ്വലാം അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹബീബുമായി സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ട്. മിൻ ജാനിബിൽ അറബി, എന്താ പറയുക, പടിഞ്ഞാറ് ഭാഗത്തുനിന്ന്, സഫഹാത്തി വജിഹിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന്. അതായത് ഇത് സൂചിപ്പിക്കുന്നത് എന്താ പറഞ്ഞാൽ, മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുമായി സംഭാഷണം നടത്തിയത്, അള്ളാഹിൻ്റെ തജല്ലി കണ്ടത് തൂരി സിനാ പർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന്. അപ്പോൾ അവിടുന്ന് അത് കണ്ടിട്ടാണ് മൂസാ അലൈഹി സ്വലാം ബോധം കെട്ട് വീണത്. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനെ കാണാൻ കൊതിയായിട്ട് അള്ളാഹിനോട് ചോദിച്ചു, എനിക്ക് എന്നെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹിൻ്റെ തജല്ലി വെളിവായി ബോധം കെട്ട് വീണതാണ്. മൂസാ നബി അലൈഹി സ്വലാമിന് ഇപ്പോഴും ആ പൂതിയുണ്ട് അള്ളാഹിനെ കാണണമെന്ന്. പക്ഷെ അള്ളാഹിനെ നേരിട്ട് കാണാൻ കഴിയില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ ഖലീഫൻ്റെ, ആ മുത്തലക്കായ ഖലീഫൻ്റെ കണ്ണാടിയിലൂടെ മാത്രമേ കാണാൻ കഴിയൂ. അപ്പോൾ കണ്ണാടിയിലൂടെ അങ്ങനെ കാണുന്നത് ആസ്വദിക്കുകയാണ് മൂസാ നബി അലൈഹി സ്വലാം. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം തൂരി സിനാ പർവ്വതത്തിൽ എങ്ങനെയാണോ അള്ളാഹിനെ കണ്ടത്, അതിനേക്കാളൊക്കെ എത്രയോ സൗന്ദര്യമായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന കണ്ണാടിയിലൂടെ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ കണ്ട് ആസ്വദിക്കുകയാണ്. ആ രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. മുമ്പ് തൂരി സിനാ പർവ്വതത്തിൽ എങ്ങനെയാണോ മൂസാ നബി അലൈഹി സ്വലാമും അള്ളാഹുവിനോട് സംഭാഷണത്തിൽ ഏർപ്പെട്ടത്, അതിനേക്കാളൊക്കെ ഉന്നതമായ പവിത്രമായ സ്നേഹ സംഭാഷണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ബഹുമാനപ്പെട്ടവർ ഏർപ്പെടുകയാണ്. മാത്രമല്ല, കാരണം തൂരി സിനാ പർവ്വതത്തിൽ വെളിവായ അള്ളാഹു വെളിവായുന്ന അതൊരു പർവ്വതമല്ലേ. ആ പർവ്വതത്തിന് ഉൾക്കൊള്ളാവുന്ന തജല്ലിക്കൊരു പരിധി ഉണ്ടല്ലോ. അതിനേക്കാൾക്ക് എത്രയോ വലിയ തജല്ലിയാണ് മനുഷ്യന്മാരിലുണ്ടാവുക. അവരിൽ തന്നെ ഏറ്റവും കാമിലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വെളിവാകുന്ന പോലെ ഒന്നിലും വെളിവാകില്ല. അത് മൂസാ നബി അലൈഹി സ്വലാമിന് അറിയാം. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി അള്ളാഹുവിനോട് സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടുക. ആ നോട്ടത്തിലൂടെ അങ്ങനെ അള്ളാഹിൻ്റെ ഖലീഫനെ അങ്ങനെ കണ്ടിട്ട് അള്ളാഹിനോട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് പോലെ. അത് ഈ മഗരിബിയായ ഭാഗത്തു നിന്നാണ്, പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണെന്ന് പറഞ്ഞാൽ, പടിഞ്ഞാറ് എന്ന് പറയുന്നത് എപ്പോഴും രഹസ്യത്തിൻ്റെ ലോകമാണെന്ന് മഹത്തുക്കളൊക്കെ പറഞ്ഞത് കാണാം. അപ്പോൾ അള്ളാഹുവിൻ്റെ സിർറ് വെളിവായ അത് ലോകം. അപ്പോൾ അള്ളാഹുവിൻ്റെ സിർറ് വെളിവാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി അതിലൂടെ മൂസാ അലൈഹി സ്വലാം എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുമായി സ്നേഹ സംഭാഷണത്തിൽ, രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ട്. വനദറത്തു ഐനാഹു മഹബൂബഹു, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ മൂസാ നബി അലൈഹി സ്വലാം രണ്ട് കണ്ണുകൊണ്ടും മഹബൂബനെ കാണുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം ഇഷ്ടപ്പെട്ട ആളെങ്ങനെ ആ രണ്ട് കണ്ണുകൊണ്ടും റസൂലുള്ളാഹിലൂടെയാണ് കാണുന്നത്. അള്ളാഹിനെ കാണാൻ ആഗ്രഹിച്ചു, പക്ഷെ നേരിട്ട് കാണാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന ആ ഹിജാബുൽ ആലം, ഏറ്റവും വലിയ മറ, ഏറ്റവും ഉന്നതമായ കണ്ണാടി, ആ കണ്ണാടിയിലൂടെ മാത്രമേ കാണാൻ കഴിയൂ മൂസാ നബി അലൈഹി സ്വലാമിന്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ആ കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ് ആ മഹബൂബിനെ കാണുന്നതിൽ. യസ് അലു ഔദത്തൻ ബൗദ ഔദ. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാം ആ കാഴ്ച ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പിന്നെയും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മടങ്ങിപ്പോകാൻ പറയാണ്. ഈ സംഭാഷണം നമുക്കറിയാം. 50 വക്ത നിസ്കാരവുമായി വന്ന സമയത്ത് അത് കുറച്ച് കൊണ്ടുവരാനും വീണ്ടും മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത് നമുക്ക് ചിന്ത വരില്ല. എന്തിനാ ഒറ്റയടിക്കും കൊണ്ട് പറഞ്ഞാൽ പോരെ? മൊത്തത്തിൽ ഇങ്ങനെ 5 കുറച്ച് ഇങ്ങനെ പറഞ്ഞേക്കണം എന്തിനാ? മൂസാ നബി അലൈഹി സ്വലാം ഓരോ തവണയും ഇങ്ങനെ പറഞ്ഞേക്കുമ്പോഴും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ തവണ പോയി വരുമ്പോൾ വീണ്ടും കാണാലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ കണ്ടുവരികയല്ലേ. അപ്പോൾ അള്ളാഹിൻ്റെ ആ തജല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെളിവാകുന്നത് വീണ്ടും ആസ്വദിക്കാലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഓരോ തവണ വരുമ്പോൾ ഇത് പറ്റൂല, നിങ്ങളെ കൗമിനൊക്കെ പ്രയാസമായിരിക്കും, നിങ്ങളൊന്നും കൂടി പോയിട്ട് സംസാരിച്ച് വരും എന്ന് പറയും. വീണ്ടും പോകും, വീണ്ടും വരും. അത് വീണ്ടും വരുമ്പോൾ വീണ്ടും ഇങ്ങനെ കാണാൻ ആസ്വദിക്കുക, വീണ്ടും പോയി വീണ്ടും വരും, വീണ്ടും കാണാൻ ആസ്വദിക്കുക. ആ കാഴ്ച ആസ്വദിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ തജല്ലി അള്ളാഹിൻ്റെ ഖലീഫയിൽ വെളിവാകുന്നത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിലേക്ക് പറഞ്ഞേക്കുന്ന രീതി മൂസാ നബിക്ക് ഉണ്ടായിരുന്നല്ലോ. ആ മൂസാ നബി എന്തിനാ ചെയ്തത്? അത് അള്ളാഹിനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അസാ നദറത്തുൻ ബാദ നദറത്തിൻ, അതായത് ഓരോ പോയി വരുമ്പോഴും പിന്നെയും കാണാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഫനാദ അൽ ഖദ്റു മിൻ ജാനിബി തൂർ സീനാ ഭാഗത്തുനിന്ന്, അതായത്
അള്ളാഹു തുരിസിന പർവ്വതത്തിലൂടെയാണ് മൂസാ നബിയിലേക്ക് വെളിവായത്. അപ്പോൾ ആ ഭാഗത്തു നിന്ന് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഖദർ തീരുമാനം മൂസാ നബിയിലേക്ക് വന്നു. കളയിന അമർ, അത് മതി, ഇനി ഇപ്പുറത്തൊന്നുമില്ല, ഇനി കുറയ്ക്കാനൊന്നുമില്ല, അതായത് 5 വക്ത് ഇനിയും കുറയ്ക്കേണ്ട, അത് മതി എന്ന് പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നു. മൂസാ നബി അലൈഹി സ്വലാം ആ പ്രവർത്തിച്ചതിനെ അവസാനം ഫുൾ സ്റ്റോപ്പ് ഇട്ടു, ഇനി മതി എന്ന് പറഞ്ഞു. ഈസായത്ത് അല്ലാബിൽ മൗല, അതുപോലെ ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹിനെ തൊട്ട് ശപഥം ചെയ്തുകൊണ്ട് പറഞ്ഞു, ലയൻ ജിലന്ന വലയഖുബിറന്ന, ഞാൻ ഇറങ്ങി വരും, എന്നിട്ട് പറഞ്ഞു കൊടുക്കും അഹ്ലിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഭൂമിയിലുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കും. ബിമാ ഷാഫി അർജാ ഇസ്സമാ, ആകാശങ്ങളിലൊക്കെ പ്രശസ്തമായ എല്ലാവരും അറിഞ്ഞ ആ കാര്യം, ആ രഹസ്യമായ കാര്യം. ഞാനിപ്പോൾ ആകാശങ്ങളിലും ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹിൻ്റെ സാന്നിധ്യത്തിലാണല്ലോ. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിന് മനസ്സിലായി വിശ്വാസങ്ങൾക്ക് കിട്ടിയ മഹത്വം. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം പറയാണ്, ഞാൻ ഭൂമിയിലേക്ക് ഇനി ഇറങ്ങി വരും, എന്നിട്ട് ആളുകളോടൊക്കെ പറഞ്ഞു കൊടുക്കും എന്തൊരു വലിയ മഹത്വമാണ് റസൂലുള്ളാഹി വിശ്വാസങ്ങൾക്ക് ലഭിച്ചത് എന്ന്. മിന്ന ഖബാരി കാബ കൗസൈനി ഔദന, കാബ കൗസൈനിയും അതിനെക്കാട്ടോ അതിൻ്റെ അപ്പുറത്തുള്ള മക്കാമിനെ റസൂലുള്ളാഹി വിശ്വാസങ്ങൾ നേടിയതിനെ. വയറഹമുല്ലാഹു ഇബ്നു റുഷ്ദ് ബിൽ ബഗ്ദാദി, ബഹുമാനപ്പെട്ട ഇബ്നു റുഷ്ദ് ബഗ്ദാദി റഹിമഹുല്ലാഹു തആല പറയാൻ, ഹൈസി യഖൂലു ഫി ഖാഫിയത്തുൽ മീം, തൻ്റെ ഖാഫിയത്തുൽ മീം എന്ന കവിതയിൽ, മശാവഹദഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് യാത്ര ചെയ്തു. വൽ ഹുജുബു തർഫഉ ദൂനഹു, വിശ്വാസങ്ങളുടെ മുമ്പിൽ മറകൾ ഒന്നിൻ്റെ പിറകെ ഒന്നായിട്ട് ഇങ്ങനെ ഉയർത്തപ്പെട്ടു. അംലാഖുഹാ തസ്ആ ഇലൈഹി വതഖൂം, മലക്കുകൾ അവരെ തേടി വരികയും മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. വഖാല ഫി ഖാഫിയത്തുൽ ഹാ, മറ്റൊരു കവിതയിലെ മഹാനവറുകൾ പറഞ്ഞു, ഹബീബുൻ സറാലിൽ അർഷ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സറാലിൽ അർഷ്, രാത്രി ഇസ്രായിൻ്റെ അന്ന് അർഷിലേക്ക് യാത്ര ചെയ്തു. യാ ലഹ റിഫഅത്തൻ, എന്തൊരു വലിയ മഹത്വമുള്ള യാത്രയാണത്. തകാസറു ഇദ്രീസു ലഹാ വ മസീഹ്, അത് ഇദ്രീസ് അലൈഹി സ്വലാമും അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാമും ഒക്കെ അവർക്കൊന്നും നേടാൻ സാധിക്കാത്തതാണ്. ഇദ്രീസ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്, മഹാനവറുകൾ 4-ാം ആകാശത്ത് വെച്ചാണ് മലക്കുൽ മൗത്ത് അവിടുത്തെ മൗത്ത് പിടിക്കുന്നത് എന്നാണ്. അപ്പോൾ 4-ാം ആകാശത്ത് ഇദ്രീസ് നബി അലൈഹി സ്വലാമിൻ്റെ ഇടമാണ്. ഈസാ നബി അലൈഹി സ്വലാമാകട്ടെ ആകാശത്ത് ജീവിച്ചിരിക്കുന്നവരുമാണ്. ഇവർ രണ്ടുപേരും ആകാശലോകങ്ങളിലായിട്ട് പോലും അവർക്കൊന്നും എത്തിച്ചേരാൻ പറ്റാത്ത മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേടിയെടുത്തു. അതെന്ത് വലിയൊരു മഹത്താണ്. ഇനി അടുത്ത വരിയുടെ വിശദീകരണം, ഇന്നമാ മസ്സലു സിഫാതിക ലിന്നാസി കമാ മസ്സലൻ നുജൂമൽ മാഉ, ഇന്നമാ മസ്സലു സിഫാതിക ലിന്നാസി, തീർച്ചയായും ഇന്നമാ മസ്സലു, അവർ ഉപമ കാണിച്ചത്, സിഫാതിക ലിന്നാസി, അതായത് അവർ ഉപമ കാണിച്ചത് ജനങ്ങൾക്ക് മുമ്പിൽ അങ്ങയുടെ വിശേഷണങ്ങൾ കൊണ്ടാണ്. അങ്ങയുടെ വിശേഷണങ്ങൾ കൊണ്ട് അവർ ഉപമ കാണിച്ചത് കമാ മസലൻ നുജൂമൽ മാഉ, നക്ഷത്രങ്ങൾ വെള്ളത്തിൻ്റെ മുകളിൽ ചിത്രം കാണിക്കുന്നത് പോലെയാണ്. അതായത് അവരുടെ ഈ അമ്പിയാക്കന്മാർ ജനങ്ങൾക്ക് മുമ്പിൽ അവരുടെ വിശേഷണം കാണിച്ചത്, അമ്പിയാക്കന്മാരിവിടെ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ, അമ്പിയാക്കന്മാരിവിടെ ഏതൊക്കെ രൂപത്തിൽ പ്രകടമായിട്ടുണ്ടോ, അവരൊക്കെ ജനങ്ങളെ മുമ്പിൽ അത് പ്രകടമാക്കിയത്, കാണിച്ചു കൊടുത്തത് ഏതുപോലെയാണ്. ആകാശത്തുള്ള നക്ഷത്രങ്ങളെ നമ്മൾ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ വെള്ളത്തിൽ കാണുന്നത് പോലെയാണ്. ശരിക്കും വെള്ളത്തിൽ നക്ഷത്രങ്ങളില്ലല്ലോ, ആ ആകാശത്തുള്ളതിൻ്റെ പ്രതിഫലമാണ് നമ്മൾ വെള്ളത്തിൽ കാണുന്നത്. അതുപോലെ ഈ അമ്പിയാക്കന്മാരൊക്കെ അവരെന്തൊക്കെ കാണിച്ചിട്ടുണ്ടോ, എന്തൊക്കെ വിശേഷണങ്ങൾ അവർക്കുണ്ടോ, എന്തൊക്കെ അത്ഭുതങ്ങൾ അവർക്കുണ്ടോ, എന്തൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടോ, എത്ര മഹത്വം അവർ കാണിച്ചിട്ടുണ്ടോ, ഇതൊക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അവരിൽ പ്രതിഫലിച്ചതാണ്. അവരിലിങ്ങനെ ആ വിശ്വാസങ്ങളുടെ മഹത്വം അവരിലിങ്ങനെ തിണങ്ങിയതുകൊണ്ട് അതാണ് ആളുകൾ കണ്ടത്, അല്ലാതെ അവരെ സ്വന്തം മഹത്വമല്ല. വെള്ളത്തിന് നക്ഷത്രങ്ങൾ എൻ്റേതാണെന്ന് വെള്ളത്തിന് പറയാൻ പറ്റൂലല്ലോ.
വെള്ളം ആ നക്ഷത്രത്തിനെ കാണിച്ചു തരിക മാത്രമാണ് ചെയ്യുന്നത്, അതിൻ്റെ രൂപം കാണിച്ചു തരികയാണ് മാത്രമാണ് ചെയ്യുന്നത്, വേറൊന്നുമല്ല. സയ്യിദുനാ ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ അതിന് വിശദീകരിച്ച് പറയാണ്, അഖ്ബറ ഹുനാ ഫി ഹാദൽ ബൈത്ത്, ഈ ബൈത്തിൽ കവി പറഞ്ഞിരുന്നത് എന്താ, അന്ന ജമീഉഹും നുവാബുൻ അൻഹും, എല്ലാ ഈ അമ്പിയാക്കന്മാരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നായിബുകളാണ്, അതായത് അവരുടെ പ്രതിനിധികളാണ്. ഫി റിസാലത്തിൻ്റെ വിഷയത്തിൽ, പ്രവാചകത്വത്തിൻ്റെ വിഷയത്തിൽ. ഖുലഫാഉൻ ലഹു ഫിൽ മറാത്തിബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹുവിൻ്റെ മർത്തബയിൽ അവരുടെ റസൂലുള്ളാഹി ഖലീഫമാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഖലീഫമാരായിട്ടാണ് ഇവിടെ, അവരുടെ പ്രതിനിധികളായിട്ടാണ്, റസൂലുള്ളാഹി പ്രതിനിധിയായിട്ടും ഖലീഫയായിട്ടാണ് ഓരോ നബിമാർ ഇവിടെ വന്നിട്ടുള്ളത്. ഫർറുസുലു മുഹഖഖുൽ ജമീഉൽ വുജൂദ് ഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ മുഴുവൻ പ്രപഞ്ചത്തിനുമുള്ള ഒരു റസൂല് എന്ന് പറയുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മാത്രമാണ്. ഒരൊറ്റ റസൂല് അള്ളാഹ്ക്ക് ഉള്ളൂ. മുഴുവൻ റസൂലും മുഴുവൻ പ്രപഞ്ചത്തിനും അള്ളാഹ്ക്ക് ഒരൊറ്റ റസൂലേ ഉള്ളൂ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ഇല്ലാ അന്നഹു ഹൈസു കാന ഫി ഹിജാബുൽ ഗൈബ്, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ ലോകത്ത് നിൽക്കുമ്പോൾ, മറയിലായിട്ട് നിൽക്കുമ്പോൾ, ഫി ഹഖീഖത്തുൽ മുഹമ്മദിയ, ഹഖീഖത്തുൽ മുഹമ്മദിയുടെ മറയിലായിട്ട് നിൽക്കുമ്പോൾ, അതായത് റസൂലുള്ളാഹി ബാഹ്യമായി വെളിവാകുന്നതിന് മുമ്പ്, അഖാമഹും നുവാബൻ അൻഹു, ഈ നബിമാരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിനിധികളായി ഇവിടെ വന്നു. ഫി റിസാലത്തി ഫി ലാഹിൽ വജൂദ്, ഈ പ്രപഞ്ചത്തിൽ റിസാലത്ത് വെളിവാക്കിക്കൊണ്ട്. ഫളഹറു ബി റിസാലത്തി നുവാബൻ അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് അവർ റിസാലത്ത് വെളിവാക്കിയത്. ഫഅമദ്ദഹും ബി അസ്റാരിഹി വസിഫാത്തിഹിൽ ഖുദ്സിയ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവർക്ക് ആ രഹസ്യത്തിൻ്റെ മദത് കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രമായ സിഫാത്തുകൾ കൊണ്ടാണ് അവർക്ക് ആ സഹായം ലഭിച്ചത്. അല്ലദീ ഇക്തസബഹ ഫി ഹദ്റത്തുൽ ഉലൂഹിയ്യ വ ഹദ്റത്തുൽ ദാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാത്തിൻ്റെ ഹദ്റത്തിൽ വെച്ച്, ഉലൂഹിയായ ഹദ്റത്തിൽ വെച്ച് നേടിയെടുത്ത വിശേഷണങ്ങളുടെയും രഹസ്യങ്ങളുടെയും മദതാണ് ഈ നബിമാരിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ചൊരിഞ്ഞു കൊടുത്തത്. ഫന്തബഅത് സിഫാത്തുഹു ഫീഹിം, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ അവരിൽ പ്രതിഫലിച്ചതാണ്. ബിസിദ്രി മുഖാബലത്തി, അവർ റസൂലുള്ളാഹിയോട് നേരിട്ടത് കൊണ്ട്. കമാ തൻതബിഉ അൻ-നുജൂമു ഫിൽ മാഇ ഇദാ ഖാബൽതുഹു, ഏതുപോലെ ആകാശത്തിന് നേരെ മുഖമായി വെള്ളം വരുന്ന സമയത്ത് ആകാശത്തുള്ള നക്ഷത്രങ്ങളെ വെള്ളം പ്രതിഫലിപ്പിക്കുന്നത് പോലെ ഈ നബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരെ നിന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ അവരിൽ പ്രതിഫലിച്ച് കണ്ടതാണ്. ഒരു നബിമാർ ഇവിടെ ഒന്നും പ്രകടമാക്കുന്നില്ല, അവർ പ്രകടമാക്കിയതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങളാണ്. ആദം നബി അലൈഹി ഇസ്ലാം ഇവിടെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടോ അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമു, ശീസ് നബി അലൈഹി ഇസ്ലാമു, നൂഹ് നബി അലൈഹി ഇസ്ലാമു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമു, ഈസാ നബി അലൈഹി ഇസ്ലാം തുടങ്ങിയ എല്ലാ നബിമാരും ഇവിടെ എന്തൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടോ അവരൊക്കെ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അഭിമുഖമായി നിന്ന സമയത്ത് റസൂലുള്ളാഹിയാകുന്ന ആകാശത്തെ അവരാകുന്ന വെള്ളത്തിൽ ഇങ്ങനെ കണ്ടതാണ് ജനങ്ങൾ, അത്രയേ ഉള്ളൂ. അബിദാലിക ഇന്തിബാഹു ഫീഹിം, അബിദാലിക ഇന്തിഫാഹു ഫീഹിം, അവരിൽ ഇങ്ങനെ അവർ ഈ റിഫ്ലക്ഷന്, ഈ പ്രതിബിംബം കാണിച്ചത് കൊണ്ട് ഹൈസു ഇന്തബാത്ത് ഫീഹിം സിഫാത്തുൽ ഖുദ്സിയ്യത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ അവർ വെളിവാക്കിയത് കൊണ്ടാണ്. ളുഹൂർ ബിഹാ ഫിന്നാസു ലഹറു ബിഹാ ഫിന്നാസി വ അദ്ദു റിസാലത വ ബല്ലഉൽ അമാന, അതിലൂടെയാണ് അവർ റിസാലത്തിൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചത്, ജനങ്ങളുടെ മുമ്പിൽ വെളിവായതും റിസാലത്തിൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചതും, ബലഉൽ അമാന, അതുപോലെ അള്ളാഹു അവരെ ഏൽപ്പിച്ച അമാനത്ത് അവർക്ക് നൽകിയതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ അവരിൽ പ്രതിഫലിച്ചത് കൊണ്ട് മാത്രമാണ്. ഫമാ ലഹറു ഫിന്നാസ് ഇല്ലാ ബിസിഫാത്തിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം കൊണ്ടല്ലാതെ അവർ ജനങ്ങളുടെ മുമ്പിൽ വെളിവായിട്ടില്ല. ഇതിൻ തബഅത്ത് ഫീഹിം, റസൂലുള്ളാഹി അവരിൽ പ്രതിഫലിച്ചത് കൊണ്ടാണ് അവർക്ക് ഈ ജനങ്ങളുടെ മുമ്പിൽ നിലനിൽക്കാനും ഇതൊക്കെ ചെയ്യാനും പറ്റിയത്. കമൻ തൻതബിഹു നുജൂമു ഫിൽ മാ
ആകാശത്തിലെ നക്ഷത്രങ്ങൾ വെള്ളത്തിൽ വെളിവാകുന്നത് പോലെ ബിമൻസിലത്തി മൻ അഷ്റഫ അലൽ ബഹരി വനദറ ഫീഹി. ഒരാള് സാഗരത്തിലേക്ക് നോക്കുന്ന സമയത്ത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ ആ സാഗരത്തിന്റെ മുകളിൽ വെളിവാകുന്നത് പോലെയാണത്. യറാ ജമീഇ സമാ മുൻതബിഅത്തുൻ ഫീഹി ബിന്നുജൂമിഹ. അവിടെ ആ ഒരു മനുഷ്യന് ആകാശത്തിലുള്ള എല്ലാം അതിൻ്റെ നക്ഷത്രങ്ങളൊക്കെ ആ വെള്ളത്തിൽ കാണാൻ പറ്റും. അതുപോലെയാണ് എല്ലാ നബിമാരും അവരുടെ കൗമിലേക്ക്, അവരുടെ ആളുകളിലേക്ക് വെളിവായത്. അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ കാണിക്കുക മാത്രമാണ് ചെയ്തത്. അവർക്ക് സ്വന്തമായി ഒന്നുമില്ല. ഇതാണ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ വിശദീകരണം. അല്ലാമ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു അതിന് വിശദീകരിക്കുന്ന കാണാം. ലാ ശക്ക അന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ഖദ് ഊതിയ മിൻ ഔസാഫിൽ ബഹാഇൽ വൽ ജമാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും സൗന്ദര്യമുള്ള പ്രഭയുള്ള വിശേഷണങ്ങൾ നൽകപ്പെട്ടു എന്നതിൽ ഒരു സംശയവുമില്ല. വക്തസാമിൻ അൻവാരിൽ അലമത്തി വൽ ജലാൽ, ഏറ്റവും മഹോന്നതമായ ഗാംഭീര്യമുള്ള പ്രകാശങ്ങൾ കൊണ്ട് അവിടുത്തെ വസ്ത്രമണിയിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിലും സംശയമില്ല. എത്രത്തോളം എന്നാൽ മാ തഖില്ലദൂന വസ്ഫിഹിൽ അൽസിനത്തു വൽ ഫുഹൂം. അത് വിശദീകരിക്കാൻ നിന്നാൽ നമ്മുടെ നാവുകളും നമ്മുടെ ബുദ്ധിയും തകർന്നു പോകും. അതായത് റസൂലുള്ളാഹിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സൗന്ദര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അള്ളാഹു നൽകിയിട്ടുള്ള വിശേഷണങ്ങളുടെ സൗന്ദര്യങ്ങളും പ്രകാശങ്ങളുടെ ഗാംഭീര്യമൊക്കെ ഒരു നാവ് കൊണ്ട് പറയാൻ നിന്നാൽ, ഒരു ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ നിന്നാൽ അതൊരിക്കലും സാധ്യമല്ല. വതദാഅലു ദൂന ഇദ്റാഖിഹി ഹഖായിഖുൽ ഉലൂം. ഈ അറിവുകളുടെ യാഥാർത്ഥ്യങ്ങളൊക്കെ അതിനെ മനസ്സിലാക്കുന്നതിൽ നിന്നും പരാജയപ്പെട്ടിട്ടുണ്ട്. അറിവുകളുടെ യാഥാർത്ഥ്യങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയില്ല. നാവുകൾക്ക് അത് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റൂല, ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. അതിൻ്റെ ഒക്കെ എത്രയോ അപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഖസീദത്തുൽ ബുർദയിൽ പറയുന്ന കാണാം. അയൽ വറ ഫഹുമു മൗനാഹു ഫലൈസ യുറാ ലിൽ ഖുർബി വൽ ബുദി ഫീഹി ഐറ മുൻഫഹിമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഹൽഖി കുല്ലിഹിമി. അയൽ വറ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം സൃഷ്ടികൾ മുഴുവൻ അശക്തരായി ഫഹ്മു മാനാഹു, അങ്ങയുടെ സാരത്തെ, രഹസ്യത്തെ, ഉൾക്കാമ്പിനെ മനസ്സിലാക്കുന്നതിൽ നിന്ന് ഫലൈസ യുറാ ലിൽ ഖുർബി വൽ ബുഅദി ഫീഹി, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് അടുത്തവരും അകന്നവരും ഒക്കെ അവർക്കൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഐറ മുൻഫഹിമി, അവരൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഐറ മുൻഫഹിമി, റസൂലുള്ളാഹിയുടെ വിഷയത്തിൽ ഉത്തരം മുട്ടുന്നവരായിട്ടല്ലാതെ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്ത ആൾക്കാരും ദൂരെ നിൽക്കുന്ന ആൾക്കാരും എങ്ങനെയാണെങ്കിലും അവരൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ ഉത്തരം മുട്ടുന്നതായിട്ടാണ്. അതുകൊണ്ടല്ല റസൂലുള്ളാഹിയോട് ഏറ്റവും അടുത്ത് നിന്ന സഹാബാക്കൾക്ക് പോലും, സഹാബാക്കളെ പറ്റി വരെ ഉവൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, നിങ്ങൾക്ക് റസൂലുള്ളാഹിയെ കാണാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ കണ്ടത് റസൂലുള്ളാഹി നേല് മാത്രമാണെന്ന് പറഞ്ഞല്ലോ. റസൂലുള്ളാഹി യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നത് അടുത്തവർക്കും അകലെയുള്ളവർക്കും ഒക്കെ അസാധ്യമായി തീർന്നു. അയൽ വറാ ഫഹ്മു മാനാഹു ഫലൈസ യുറാ ലിൽ ഖുർബി വൽ ബുദി ഫീഹി ഐറ മുൻഫഹിമി കശംസി തൽഹറു ലിൽ ഐനൈനി മിൻ ബുഅദിൻ സഈറത്തിൻ വതുഖില്ലു തർഫ മിൻ അമമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഹൽഖി കുല്ലിഹിമി. അത് ഏതുപോലെ? കശംസി, ഒരു സൂര്യനെ പോലെയാണ്. തൽഹറു ലിൽ ഐനൈനി, രണ്ട് കണ്ണുകൾക്ക് മുമ്പിൽ അത് വെളിവാകുന്നുണ്ട്. മിൻ ബുഅദിൻ സഈറത്തൻ, ദൂരെ നിന്ന് ആ രണ്ട് കണ്ണുകളെ മുമ്പിൽ അത് ചെറുതായിട്ട് തോന്നും. വതുഖില്ലു തർഫ മിൻ അമമി, എന്നാൽ നേരിട്ട് അത് നമ്മൾ മുമ്പിൽ വന്നാലോ, അതിൻ്റെ അടുത്തേക്ക് നമ്മൾ മുമ്പിൽ വന്നാൽ നമുക്ക് നോക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയായി തീരും. അതുപോലെ റസൂലുള്ളാഹി സാധാരണ ഒരാളാണെന്ന് തോന്നിപ്പോവും, പക്ഷേ ആയത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലേക്ക്
നോക്കാൻ പോലും നമുക്ക് സാധിക്കൂല. അത്രയും വലിയ ഒരു സാഗരമാണ്, നമുക്ക് മനസ്സിലാവും. അതാണ് കശംസി തൽഹറു ലിൽ ഐനൈനി മിൻ ബുഅദിൻ സഈറതൻ വതുഖില്ലു തർഫ മിൻ അമമി വകൈഫ യുദ്രികു ഫിദ്ദുനിയാ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസല്ലു അൻഹു ബിൽ ഹുലുമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി വകൈഫ യുദ്രികു ഫിദ്ദുനിയാ ഹഖീഖതഹു. എങ്ങനെയാണ് ദുനിയാവുള്ള ആളുകളൊക്കെ അങ്ങയുടെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക? എങ്ങനെയാണ് അവിടുത്തെ യാഥാർത്ഥ്യത്തെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക? ഖൗമുൻ നിയാമുൻ, കാരണം ഈ ലോകത്തുള്ള ജനങ്ങളൊക്കെ ഉറങ്ങുന്നവരാണ്. തസല്ലു അൻഹു ബിൽ ഹുലുമി, അവർക്ക് ആകെ സമാധാനം അവർ ഉറക്ക കാണുന്ന കുറേ സ്വപ്നങ്ങൾ മാത്രമാണ്. അതായത് വിശ്വാസങ്ങൾ സ്വപ്നം കാണാമെന്നല്ല പറഞ്ഞതിൻ്റെ സാരം. വിശ്വാസങ്ങൾ ഇനി നേരിട്ട് കണ്ടാലും എങ്ങനെ അനുഭവിച്ചാലും അവർ കാണുന്നത് ശരിക്കും ഒരു സ്വപ്നം കാണുന്ന പോലെയാണ്. അതിൻ്റെ യാഥാർത്ഥ്യം അവർ അനുഭവിച്ചിട്ടില്ല. സ്വപ്നത്തിൽ കാണുന്നതാണ് അവർ അനുഭവിച്ചത്. ഒരു മറക്ക പിന്നിലല്ലാതെ അവർക്ക് ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ പറ്റൂല. വിശ്വാസങ്ങളെ യാഥാർത്ഥ്യത്തെ ഒരു മറക്ക പിന്നിലായി ഒരു സ്വപ്നം കാണുന്ന ഒരു വ്യക്തി സ്വപ്നം കാണുന്ന പോലെ അല്ലാതെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് വകൈഫ യുദ്രികു ഫിദ്ദുനിയാ ഹഖീഖതഹു ഖൗമുൻ നിയാമുൻ തസല്ലു അൻഹു ബിൽ ഹുലുമി. അങ്ങനെയാണ് ഈ മനുഷ്യന്മാർക്കൊക്കെ വിശ്വാസങ്ങളെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ഈ ആളുകളൊക്കെ വിശ്വാസങ്ങളെ യാഥാർത്ഥ്യത്തെ തട്ടിച്ച് നോക്കുമ്പോൾ അവർ ഉറങ്ങാണ്. ആ ഉറക്കത്തിലുള്ള വിശ്വാസങ്ങളെ കുറിച്ച് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ അവർക്ക് അറിയൂ, യഥാർത്ഥത്തിലൊന്നും അറിയില്ല. ഫലാ യുംകിനു അൻ യുമസ്സില മിൻ സിഫത്ത് വസ്ഫിഹി അൽ അംബിയാ വൽ ഉലമാ. അമ്പിയാക്കന്മാർക്കും ഉലമാക്കൾക്കും പണ്ഡിതന്മാർക്കും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപമ, അവരിലൊക്കെ വിശേഷണങ്ങളുടെ ഉപമ എന്ന് പറയുന്നത് ഇല്ലാ കമാ യുമസ്സിലുൻ നുജൂമു ഫിസ്സമാ. ആകാശത്തുള്ളത് നമുക്ക്, ആകാശത്തുള്ള നക്ഷത്രങ്ങൾ നമുക്ക് വെള്ളത്തിൽ കാണിക്കാൻ പറ്റുന്നത് പോലെയാണ്. അന്നൽ അംബിയ അലൈഹിം സ്വലാത്തു വസ്സലാം, അമ്പിയാക്കന്മാര് നഅതു സിഫത്തു നബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണത്തെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ലി ഉമമിഹിം, അവരുടെ സമൂഹത്തിന്. ലാകിന്നഹും മാ ദാലിക, പക്ഷേ അതോടുകൂടി ലം യസിലു ലിതസ്വീരി കുൻഹിഹ, അവിടുത്തെ യാഥാർത്ഥ്യത്തെ അവൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. വിശ്വാസങ്ങൾ വരുന്നുണ്ട്, വിശ്വാസങ്ങളെ പറ്റി വിശദീകരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അമ്പിയാക്കന്മാർ. പക്ഷേ വിശ്വാസങ്ങളെ യാഥാർത്ഥ്യത്തെ അവർക്ക് അറിയില്ല. ലിഅദമി ഇഹാതതിഹിം ബിഹി, കാരണം ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചിട്ടില്ല. വഇന്നമാ ആയതു മാ വസലു ഇലൈഹി, അവരെത്തിച്ചേർന്നതിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥ എന്താ? തസ്വീറു സുവരിഹ, വിശ്വാസങ്ങളുടെ രൂപത്തെ കാണുക മാത്രമുള്ളതാണ്. അൽ ഹാഖിയത്തു ലി മബാദിഹാർ, വിശ്വാസങ്ങളെ തുടക്കമാകുന്ന വിശ്വാസങ്ങളെ രൂപത്തിനെ കാണുക എന്നുള്ളത് മാത്രമേ അവർക്ക് സാധിച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് വരെ കയറാൻ സാധിച്ചില്ല. കമാ അന്നൽ മാ ലം യഹഖി മിനൻ നുജൂം, ഏതുപോലെയാണത്? പിന്നെ വെള്ളത്തിന് ഒരിക്കലും നക്ഷത്രത്തിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നതുപോലെ നക്ഷത്രത്തിൻ്റെ രൂപം കാണിച്ചു തരാനേ വെള്ളത്തിന് കഴിയുള്ളൂ, അല്ലാതെ നക്ഷത്രം വെള്ളത്തിനുള്ളിലില്ലല്ലോ. ഇല്ലാ സൂറഹ ല ഐറ, ഈ വെള്ളത്തിന് നക്ഷത്രങ്ങളുടെ രൂപം കാണിച്ചു തരാനേ പറ്റൂ, അല്ലാതെ വേറൊന്നും സാധിക്കൂല. അതുപോലെ അമ്പിയാക്കന്മാർക്ക് അവർ സമൂഹത്തിലേക്ക് വിശ്വാസങ്ങളെ പറ്റി വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു വിശദീകരിച്ച് കൊടുത്തതൊക്കെ വിശ്വാസങ്ങളെ രൂപത്തെ വിശദീകരിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ആ യാഥാർത്ഥ്യത്തിലേക്ക് അവർക്കും കടക്കാൻ സാധിച്ചിട്ടില്ല. വലിഹാദ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കാരണം കൊണ്ടാണ് റസൂലുള്ളാഹി വിശ്വാസങ്ങൾ പറഞ്ഞത്, വല്ലദീ നഫ്സി ബിയദിഹി, ആരുടെ കയ്യിലാണോ എൻ്റെ ശരീരമുള്ളത്, എൻ്റെ ആത്മാവുള്ളത്, അവനാണ് സത്യം. മാ അറഫനി ഹഖീഖത്തൻ ഐ റബ്ബി, എൻ്റെ റബ്ബിനല്ലാതെ എൻ്റെ യാഥാർത്ഥ്യം അറിയാൻ പറ്റൂല. എൻ്റെ റബ്ബിനല്ലാതെ എൻ്റെ യാഥാർത്ഥ്യം അറിയാൻ പറ്റൂല, വേറെ ആർക്കും അറിയാൻ പറ്റൂല. ഇതുപോലെ സമാനമായ ഒരു കാര്യം സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ ഇറാലിൻ്റെ ദർസിലൊക്കെ വായിച്ചിരുന്നു. അള്ളാഹുക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അല്ലാതെ ഖത്മുൽ വിലായൻ്റെ മഖാമിനെ റസൂൽ സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആന്തരികമായ യാഥാർത്ഥ്യത്തെ, അവിടുത്തെ രഹസ്യമായ മഖാമിനെ
ആർക്കും അവർക്കല്ലാതെ അറിയാൻ സാധിക്കൂല. അതുപോലെ വിശ്വാസങ്ങളും പറഞ്ഞത് അള്ളാഹ്ക്കല്ലാതെ തന്നെ വേറെ ആർക്കും അറിയാൻ സാധിക്കൂല. വഖാല ഉവൈസുൽ ഖർനി റളിയല്ലാഹു ഉവൈസുൽ ഖർനി റളിയല്ലാഹു തങ്ങൾ പറഞ്ഞു, യാ അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിശ്വാസങ്ങളെ അസ്ഹാബിങ്ങളോട്, വിശ്വാസങ്ങളെ സഹാബാക്കൾ ഒട്ട ഉമർ റളിയല്ലാഹു തങ്ങളും അലി റളിയല്ലാഹു ഒക്കെ പിന്നെ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തങ്ങളെ കാണാൻ പോകുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തങ്ങൾ ഈ സഹാബാക്കളോട് പറയുന്നുണ്ട്, മാ റഅയ്തുഹും മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ദില്ലുഹു. അവരോട് ആദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വാസങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവർ പറയും, എന്ത് ചോദ്യമാണിത്, നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളല്ലേ, നമ്മളെങ്ങനെ വിശ്വാസങ്ങൾ കാണാതിരിക്കും? നമ്മൾ അവരുടെ കൂടെയാണ് ഭക്ഷണം കഴിക്കുന്നതോ ഉറങ്ങുന്നതോ, അവരുടെ കൂടെ ജീവിച്ചു, അങ്ങനെയാണ് നമ്മളുള്ളത്. അപ്പം എങ്ങനെ നമ്മൾ കാണാതിരിക്കും? അപ്പോൾ ഉവൈസ് ഖർനി റളിയല്ലാഹു തങ്ങൾ പറയാണ്, മാ റഅയ്തുഹും മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കണ്ടിട്ടില്ല, ഇല്ലാ ദില്ലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഒരു നിഴലല്ലാതെ നിങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു തങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നുണ്ട്, കാലു വലാ ഇബ്നു അബി ഖുഹാഫ, അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു തങ്ങളും കണ്ടിട്ടില്ലേ? ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാ എന്താന്ന് ചോദിക്കുക. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഫാത്തിമ ബീവിനോട് ഈ കാര്യം ചോദിക്കുന്നുണ്ട്. പിന്നെ വിശ്വാസങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഫാത്തിമ ബീവി പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹി വിശ്വാസങ്ങളെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ. വഖാല കുത്തുബ് സയ്യിദിന അബ്ദുസ്സലാം ഇബ്നു മഷീഷ്, ബഹുമാനപ്പെട്ട കുത്തുബായ ഷാദുൽ ഇമാമിൻ്റെ ഒക്കെ ഷെയ്ഖായ അബ്ദുസ്സലാം ഇബ്നു മഷീഷ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ സലാത്തുൽ മഷീഷിയ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ ഒരു സലാത്താണ്. ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഇബ്നു മഷീഷ് റളിയല്ലാഹു അൻഹു തങ്ങളെ പറ്റിയും പറയാറുണ്ട്. അഹ്മദ് ടിജാനി തങ്ങൾ ഹഖീഖത്തുൽ മുഹമ്മദിയ്യനെ ഏറ്റവും ഒരു പരിപൂർണതയിലേക്ക് എത്തുന്ന രൂപത്തിൽ, അതിനോടടുക്കുന്ന രൂപത്തിൽ അറിഞ്ഞ മഹത്തുക്കളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാൾ ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഇബ്നു മഷീഷ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ഷാദുൽ ഇമാമിൻ്റെ ഷെയ്ഖാണ് അവർ. നഫാൻ അല്ലാഹു ബിഹി അഫാദ അലൈന മിൻ സബബി ബഹരിഹി. ഇതൊക്കെ അവർ തവസ്സുലാക്കിയുള്ള ദുആ ആണ്, നമ്മൾ ചെയ്യണമെന്നില്ല, നമ്മൾ ചെയ്യരുത്. ഇത് അവരവരെ ഷെയ്ഖന്മാർ ചെയ്യുന്നതാണ്. ബഹരി ഫി സലാത്തുൽ മഷ്ഹൂർ, അവിടുത്തെ പ്രശസ്തമായ സലാത്തിൽ, അതായത് പിന്നെ സലാത്തുൽ മഷീഷിയയിൽ പറയുന്നുണ്ട്, വലഹു തദാഅലത്തുൽ ഫുഹൂം, അവിടുത്തെ മുമ്പിൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ബുദ്ധികളൊക്കെ പരാജയപ്പെട്ടു പോകും. വലം യുദാരിക്കും ഇന്ന സാബിക്കും വലാ ലാഹിക്കും, അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ മുൻകഴിഞ്ഞവർക്കോ പിന്നുള്ളവർക്കോ ആർക്കും സാധിക്കൂല. അത് ആർക്കും സാധിക്കുന്നൊരു കാര്യമല്ല. മുൻകഴിഞ്ഞ ആളുകൾക്കും സാധിച്ചില്ല, പിന്നെ വന്നവർക്കും സാധിച്ചിട്ടില്ല. അവിടെ ബുദ്ധിയൊക്കെ പരാജയപ്പെടുന്ന വിശ്വാസങ്ങൾ മനസ്സിലാക്കുന്ന വിഷയത്തിൽ. അൻത മിസ്ബാഹു കുല്ലു ഫദ്ലിൻ ഫമാ തസ്ദുറു ഇല്ലാ മൻ ലൗഇകൽ ലദ്വാഉ. അടുത്ത വരി, അൻത മിസ്ബാഹ്, അങ്ങ് വിശ്വാസങ്ങൾ പറയാണ്, വിശ്വാസങ്ങളെ കുറിച്ച് പറയാൻ, അൻത മിസ്ബാഹ്, അങ്ങൊരു വിളക്കാണ്, ഒരു ദീപമാണ്. കുല്ലു ഫദ്ലിൻ ഫമാ തസ്ദുറു, കുല്ലു ഫദ്ലിൻ, അൻത മിസ്ബാഹു കുല്ലു ഫദ്ലിൻ, എല്ലാ ശ്രേഷ്ഠതകളുടെയും വിളക്കാണ് അങ്ങ്. ഫമാ തസ്ദുറു, അതുകൊണ്ട് തന്നെ ഉത്ഭവിക്കുന്നില്ല. ഇല്ല അൻ ലൗഇകൽ അദ്വാഉ, എല്ലാ പ്രകാശങ്ങളും അങ്ങയുടെ പ്രകാശം നിന്നല്ലാതെ ഉത്ഭവിക്കുന്നില്ല. അങ്ങൊരു വിളക്കാണ്, മിസ്ബാഹാണ്. കുല്ലു ഫദ്ലിൻ, എല്ലാ ശ്രേഷ്ഠതകളുടെയും വിളക്കാണ് അങ്ങ്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ വിളക്കിൽ നിന്നല്ലാതെ, അങ്ങയുടെ പ്രകാശത്തിൽ നിന്നല്ലാതെ വേറൊരു പ്രകാശവും ഉത്ഭവിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ ശൈഖ് അഹ്മദ് ടിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ അതിന് വിശദീകരിക്കുന്ന കാണാം. അഖ്ബറഹുനാ ഫി ഹാദൽ ബൈത്തി, ഈ ബൈത്തിൽ കവി വിശദീകരിക്കുന്നത്, അന്നഹു ഹുവ മിസ്ബാഹുൽ മുദീഉ, പ്രകാശിക്കുന്നൊരു വിളക്കാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഫി ദലാം, പിന്നെ അന്ധകാരത്തിൽ, ലികുല്ലി കൗനിൻ, എല്ലാ പ്രപഞ്ചത്തിലേക്കും, എല്ലാ വസ്തുവിനും അന്ധകാരത്തിലേക്ക് പ്രകാശിക്കുന്ന ഒരു വിളക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫി വുജൂദിൽ ആലമി മുത്ലഖൻ, ഈ സൃഷ്ടിയിൽ അടങ്ങിയിട്ടുള്ള എല്ലാത്തിനും, സൃഷ്ടിയായിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ
അതിൻ്റെ ഒക്കെ അന്തർകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രകാശിക്കുന്ന വിളക്കാണ് റസൂലുള്ളാഹികൾ. മിൻ ഐരി ശുദൂദിൻ ഫി ജമീഇൽ അസാർ, ഒരു കാലത്തും ഒരു എക്സെപ്ഷനും അതിലുണ്ടായിട്ടില്ല, ഒരു ഒഴിവ് കഴിവും അതിലുണ്ടായിട്ടില്ല. റസൂലുള്ളാഹികൾ എന്നല്ലാതെ ഒരു പ്രകാശം ഇവിടെ ഉണ്ടായിട്ടുന്നില്ല. ഫമാ ഫി കൗനിൻ ലഹറ നൂറൻ വലിയാൻ, ഈ പ്രപഞ്ചത്തിൽ ഒരു പ്രകാശവും ഒരു 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 പ്രകാശവും വെളിവായിട്ടില്ല. മുത്തലക്കൻ ഫീ കുല്ലി അസരിൻ, ഒരു കാലഘട്ടത്തിലും, ഫീ കുല്ലി മഹലിൻ, ഒരു സ്ഥലത്തും, മിനൽ ആലം, ഈ പ്രപഞ്ചത്തിൽ, ഇല്ല അൻ ലൗഇക വനൂരിക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളക്കിൽ നിന്നും പ്രകാശത്തിൽ നിന്നല്ലാതെ ഇവിടെ ഒരു പ്രകാശവും വെളിവായിട്ടില്ല, ഒരു കാലത്തും ഒരു സ്ഥലത്തും വെളിവായിട്ടില്ല. വകുല്ലുൽ വുജൂദ് മുസ്തമദ്ദുൻ മിൻ നൂരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൽ നിന്നാണ് സ്വീകരിക്കുന്നത്, മദത് സ്വീകരിക്കുന്നത്, സഹായം സ്വീകരിക്കുന്നത്, മുത്തലക്കൻ പരിപൂർണമായിട്ട്. ഹുമാ തസ്ദുറു ഇല്ലാ അൻ ലൗഇഹിൽ അദ്വാ, അതുകൊണ്ട് തന്നെ ഒരു പ്രകാശവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നല്ലാതെ പുറത്തു വരുന്നില്ല, ഉത്ഭവിക്കുന്നില്ല. വലൈസ ഫീ മശിയ്യത്തില്ലാഹി സുബ്ഹാനഹു വതആല അൻ യബ്സുതു നൂറൻ ഫീ ദലാമിൽ ആലം, എന്നാൽ അള്ളാഹുവിൻ്റെ ലൈസ ഫീ മശിയ്യത്തില്ലാഹി തആല അൻ യബ്സുതു നൂറൻ ഫീ ദലാമിൽ ആലം ഫി അയ്യി മഹല്ലി മിൻഹു ഖാരിജു അൻ നൂരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ നൂറിൽ നിന്നല്ലാതെ, പ്രകാശത്തിൽ നിന്നല്ലാതെ വേറെ ഒരു പ്രകാശത്തിൽ നിന്ന് ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്നത് അള്ളാഹുവിന് സാധ്യമായ കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ അത് അള്ളാഹു പ്രവർത്തിക്കൂല. ലം യശാ ഹാദാ സുബ്ഹാനഹു തആല മാ ഖൗനിഹി ഖാദിറൻ അലൈഹി, ഇതിന് അള്ളാഹു സുബ്ഹാനഹു തആല സാധിക്കുമെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്യൂല. മാ ഖൗനിഹി ലം തൻഫദു ബിഹി മശിയത്തൻ, അള്ളാഹിൻ്റെ മശിയത്തിൽ അതില്ല. അള്ളാഹ്ക്ക് അത് സാധിക്കുമെങ്കിലും വിശ്വാസങ്ങളല്ലാത്തൊരു പ്രകാശം കൊണ്ട്, വിശ്വാസങ്ങളുടെ പ്രകാശത്തിൽ നിന്നല്ലാതെ വേറൊരു പ്രകാശത്തിൽ നിന്ന് ഇവിടെ എന്തെങ്കിലും വെളിവാക്കാൻ അള്ളാഹ്ക്ക് സാധിക്കുമെങ്കിലും അങ്ങനെ അള്ളാഹു ചെയ്യൂല. കാരണം അത് അള്ളാഹിൻ്റെ മശിയത്തിലില്ല, അള്ളാഹു അത് ഇച്ഛിക്കൂല. ഇതേ സംഭവം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെക്കുറിച്ചും പറയാറുണ്ട്. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിച്ചില്ലേ, അവർ പറഞ്ഞു ആദം നബി അലൈഹി സ്വലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ഔലിയാക്കന്മാരുടെയും നേതാവാണ്, അവരുടെ തലക്ക് മുകളിലാണ് 2 കാലുകൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ശേഷവും അള്ളാഹ്ക്ക് വേണമെങ്കിൽ നിങ്ങളെക്കാൾ വലിയൊരാളെ കൊണ്ടുവന്നൂടെ? അപ്പോൾ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അള്ളാഹ്ക്ക് അതിന് കഴിവൊക്കെ ഉണ്ട് എനിക്ക് ശേഷം എന്നെക്കാൾ വലിയ ആളെ കൊണ്ടുവരാൻ, പക്ഷെ അള്ളാഹു ചെയ്യൂല. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാൾ വലിയൊരാളെയോ വിശ്വാസങ്ങളെ പോലെ ഒരാളെയോ വിശ്വാസങ്ങളെ പ്രകാശത്തെ പോലെ ആളെയോ അള്ളാഹുവിന് പടക്കാൻ പറ്റുമെങ്കിലും അള്ളാഹു അത് ചെയ്യൂല എന്ന കാരണം കൊണ്ട്. അല്ലാമ ഇബ്നു നജീബ് റളിയല്ലാഹു അൻഹു തങ്ങൾ അതിന് വിശദീകരിക്കുന്നത് കാണാം. ലാ ശക്ക അന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ നൂറുൽ അൻവാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രകാശത്തിൻ്റെയും പ്രകാശമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വമഅദിനുൽ മആരിഫി വൽ അസ്റാർ, എല്ലാ രഹസ്യങ്ങളുടെയും ആത്മീയമായ മഅരിഫത്തുകളുടെയും ഒക്കെ സ്രോതസ് അവിടെ നിന്നാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഹമിൻ നൂരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്തുബിസത് അൻവാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശത്തിൽ നിന്നാണ് എല്ലാ പ്രകാശങ്ങളും എടുക്കപ്പെടുന്നത്. ഹമിൻ മഅദിനി സിദ്ദിഹി അൽതുമിസത് അൽ അസ്റാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യത്തിൻ്റെ ഉറവിടത്തിൽ നിന്നാണ് എല്ലാ രഹസ്യങ്ങളും അന്വേഷിക്കപ്പെടുന്നത്. വലാ ശക്ക ഐദൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളൽ ഫളാഇലി വൽ കമാലാത്ത്, ഒരു സംശയമില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മഹത്തരമായ അനുഗ്രഹങ്ങളുടെയും പരിപൂർണതകളുടെയും വക്താവാണെന്നുള്ളത്. വമിൻ ഫദ്ലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തഫറഅൽ മകാരിമി വൽ കറാമാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിൽ നിന്നും അവിടുത്തെ ശ്രേഷ്ഠതയിൽ നിന്നുമാണ് മറ്റ് കറാമത്തുകളും അത്ഭുതങ്ങളും മഹത്വങ്ങളും ഒക്കെ ശാഖ പിരിഞ്ഞു പോയിട്ടുള്ളത് മറ്റ് നബിമാരിലേക്കും എല്ലാവരിലേക്കും. വഖദ് സബഖ നൂറുഹുൽ വജൂദ് ഹൽകൻ വ തഖദീറൻ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം സൃഷ്ടിപ്പിൻ്റെയും ഓഹരി ചെയ്യുന്നതിൻ്റെ ഒക്കെ വിഷയത്തിൽ മുമ്പേ കടന്നു പോയതാണ്. അത് റസൂലുള്ളാഹികളാണ് ഇവിടെ എല്ലാത്തിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്, റസൂലുള്ളാഹികളാണ് എല്ലാവർക്കും വിതരണം ചെയ്യുന്നത്. ഫലം യസൽ മിസ്ബാഹുൽ ഖൗനി സിറാജൻ മുനീറ, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഒരു എന്താ പറയുക
വലിയ വലിയ വെളിച്ചം നൽകുന്ന ഒരു പ്രകാശമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു ദീപമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഫലാ തസ്ദുറുൽ ഔദാ ഇല്ലാ മിൻ ലൗഇ നൂരിഹിൽ ബാഹിർ. അവിടുത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൽ നിന്നല്ലാതെ ഇവിടെ ഒരു പ്രകാശവും കടന്നു വരുന്നില്ല. വലാ തൽതമസു അൽ ഫദാഇൽ ഇല്ലാ മിൻ ജൂദിഹിൽ ലാഹിർ. അവിടുത്തെ മഹത്വത്തിൽ നിന്നല്ലാതെ ഒരു മഹത്വം ഇവിടെ ആരും അന്വേഷിക്കുന്നില്ല. ഈ ബുർദത്തിൽ ബുർദയിൽ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസുൻ അർഫം മിനൽ ബഹരി ഔ റശ്വം മിനദ് യമീം ഉലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസുൻ അർഫം മിനൽ ബഹരി ഔ റശ്വം മിനദ് യമീം. അവരൊക്കെ, അതായത് കുല്ലുഹും, അവരൊക്കെ തന്നെ എല്ലാ നബിമാരും മിൻ റസൂലില്ല, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മുൽതമിസുൻ തേടുന്നവരാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നാണ് ഈ അമ്പിയാക്കന്മാരൊക്കെ തേടുന്നത്. എങ്ങനെ തേടുന്നത്? ഗർഫൻ മിനൽ ബഹരി, അവിടുത്തെ സാഗരത്തിൽ നിന്ന് ഗർഫൻ, ഒരു കൈക്കുമ്പിൾ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാഗരമാണെങ്കിൽ ആ സാഗരത്തിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ, അത് മാത്രമാണ് അവർക്ക് അവരുടെ അടുത്തുള്ള ഓഹരിയുള്ളൂ. വിശ്വാസങ്ങൾ മറ്റു നബിമാർക്കൊക്കെ ഉള്ള ഓഹരി വിശ്വാസങ്ങൾ എടുത്തു നോക്കിയാൽ വിശ്വാസങ്ങളും സാഗരവും മറ്റു നബിമാരൊക്കെ ആ സാഗരത്തിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ എടുത്ത് എങ്ങനെ ഉണ്ടാവും, അതുണ്ടാവും. എന്നാൽ ആ കൈക്കുമ്പിൾ എടുക്കുന്നത് എവിടെ തന്നെയാണ്? വിശ്വാസങ്ങളാകുന്ന സാഗരത്തിൽ നിന്ന്. വിശ്വാസങ്ങൾ ഇവിടെ സാഗരത്തിനെ നമുക്ക് അറിവിലേക്ക് ചേർക്കാം. വിശ്വാസങ്ങളാകുന്ന അറിവിന്റെ സാഗരത്തിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ മാത്രമാണ് മറ്റു നബിമാർക്ക് മുഴുവൻ നൽകപ്പെട്ടത്. മറ്റു നബിമാരൊക്കെ ആ കൈക്കുമ്പിളെ എടുത്തിട്ടുള്ളൂ. ഔ റശ്ഫം മിനദ് യമീം. റശ്ഫം മിനദ് യമീം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നല്ല കോരിച്ചൊരിയുന്ന പേമാരി പോലത്തെ ഈ മഴ ഉണ്ടാവില്ലേ, ആ മഴയിലിങ്ങനെ നമ്മൾ നാവ് കൊണ്ടിങ്ങനെ എടുത്താൽ എത്ര വെള്ളം കിട്ടും നമ്മൾ നാവിൽ. അതുപോലെയാണ് മറ്റ് നബിമാരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ മഴ പെയ്തപ്പോൾ അതിൽ നിന്ന് എടുത്തത്. അവരുടെ അടുത്തൊക്കെ വെളിവായത് അത്രയേ ഉള്ളൂ. വിശ്വാസങ്ങൾ അവിടെ ആ പേമാരി പോലെ അവശേഷിക്കുന്നുണ്ട്. വകുല്ലും മിൻ റസൂലില്ലാഹി മുൽതമിസുൻ ഗർഫം മിനൽ ബഹരി ഔ റശ്വം മിനദ് യമീം. പിന്നെ ഈ വിളക്ക് എന്നുള്ള വാക്ക് എടുത്തിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഖുർആനിലെ വചനത്തിൽ നിന്നാണ്. ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അതായത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന, സമ്മതത്തോടു കൂടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ, വസിറാജൻ മുനീറ, പ്രകാശം ചൊരിയുന്ന വിളക്ക് എന്നൊക്കെ വിശ്വാസങ്ങൾ അഭിസംബോധന ചെയ്തിട്ടുണ്ട് ഖുർആൻ. അതിൽ നിന്നാണ്. തശ്ബീഹുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മിസ്ബാഹി വസ്സിറാജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളക്കിലേക്കും അതുപോലെ വെളിച്ചത്തിലേക്കും ഒക്കെ ഉപമ ചെയ്യപ്പെട്ടത് ലിഅന്നഹു ഫീ മസീദുൻ ഇന്തിഫാഇ വൽ ഇഖ്തിബാസ് ബിലാ കുൽഫത്തിൻ വലാ നഖ്സിൻ. എന്താണ് വിളക്കിലേക്ക് താരതമ്യം ചെയ്യപ്പെട്ടത്? കാരണം വിളക്കിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും സ്വീകരിച്ചാൽ ആ വിളക്കിൽ ഒരു കുറവും സംഭവിക്കൂല. അതുകൊണ്ടാണ്. ഇപ്പോൾ വിളക്കിന്ന് ആരെങ്കിലും ഒരു തിരി കത്തിച്ച് പിന്നെ വേറെ സ്ഥലത്തേക്ക് പോയി കത്തിച്ചാൽ ഈ വിളക്കിൽ നിന്നും കുറയോ? ഇല്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത്. വൈൻ ആബൽ അസ്ലു ബഖിയത്തുൽ ഫുറൂ. അപ്പോൾ അതിൻ്റെ അസ്ല് മറഞ്ഞാൽ പോലും, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പ്രകാശത്തിൽ നിന്ന് വേറെ ആൾ ഒരു പ്രകാശമെടുത്താൽ റസൂലുള്ളാഹി വഫാത്തായാലും ആ പ്രകാശം അവശേഷിക്കും. അതായത് ആ അസ്ല് അവിടെ വേണമെന്നില്ല ആ പ്രകാശത്തിന് പിന്നെ നിലനിൽക്കാൻ. നൂറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇക്തുബിസത് ജമീഉൽ അൻവാർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൽ നിന്നാണ് എല്ലാ പ്രകാശങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. അസ്സാബിഖത്ത് ലിദുഹൂരിഹി അസൂരി വല്ലാഹിഖത്ത് ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വെളിവാകുന്നതിന് മുമ്പ് വന്നവരും ഇനി ശേഷം വരുന്നവരും ഒക്കെ റസൂലുള്ളാഹി പ്രകാശത്തിൽ നിന്നാണ് എടുത്തത്. മിൻ ഐരി മാനിൻ വലാ ഹിജാബിൻ വലാ കുൽഫത്തിൻ. അതിന് അവരെ മറച്ചിട്ടില്ല, അവരതിനെ തടഞ്ഞിട്ടില്ല, അതൊരു ബുദ്ധിമുട്ടായിട്ട് അവർ അനുഭവപ്പെടുകയും ചെയ്തില്ല. ആ രൂപത്തിൽ എല്ലാവരും വിശ്വാസങ്ങളിൽ നിന്നാണ് സ്വീകരിച്ചത്. കുല്ലമാ ഇക്തുബിസ മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് സ്വീകരിച്ചവരെല്ലാം ലാ യൻഖുസുഹു ഷൈഉൻ. വിശ്വാസങ്ങളെ ആ സ്വീകരിച്ച സമയത്ത് വിശ്വാസങ്ങളിലൊന്നും ഒരു കുറവുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും എടുത്തത് അവരിൽ കുറഞ്ഞു പോകില്ല.
ഇപ്പോൾ റസ്വാസങ്ങൾ ആരെങ്കിലും എടുത്താൽ, ആ പ്രകാശം എടുത്താൽ റസ്വാസങ്ങൾ ഒരു കുറവുണ്ടാവില്ല. വഫി ഐബത്തിഹി സൂറത്തിഹി സൂര്യത്തി, റസ്വാസങ്ങളെ രൂപം മറഞ്ഞു പോയാൽ, അതായത് റസ്വാസങ്ങളെ വഫാത്ത് സംഭവിച്ചാൽ, ലം തൈബൽ ഇസ്തിമുദാദ് മിന്നൂരിഹി, റസ്വാസങ്ങളെ പ്രകാശത്തിൻ്റെ മദത് അവസാനിക്കുന്നില്ല. ഇപ്പോൾ റസ്വാസങ്ങൾ വഫാത്തായെന്ന് കരുതിയിട്ട് റസ്വാസങ്ങളുടെ പ്രകാശത്തിൻ്റെ മദത് ഇവിടെ ഇല്ലാണ്ടാവുന്നില്ല. ഇപ്പോഴും റസ്വാസങ്ങൾ ആ മദത്, ആ സഹായം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ബൽഹുവ മൗജൂദ്, അതെവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റുക? ബൽഹുവ മൗജൂദും ഫിൽ ഫുറൂ, അതിൻ്റെ ശാഖകളിൽ കണ്ടെത്താൻ പറ്റും. അൽ മുക്തബിശത്തു മിൻഹു, റസ്വാസങ്ങളിൽ നിന്ന് ആ പ്രകാശമെടുത്തിയ ശാഖകളിൽ സാബികത്തം വലാഹിക്കത്തം, മുമ്പ് കഴിഞ്ഞവരും ശേഷം കഴിഞ്ഞവരും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴും ആ സഹായം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. റസ്വാസങ്ങൾ മദത് വെളിവാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ വെളിവാകുന്ന എങ്ങനെയാണ്? റസ്വാസങ്ങളാകുന്ന ആ പ്രകാശത്തിൽ നിന്ന് ആ തിരി കത്തിച്ച ആളുകളിലാണ് എപ്പോഴും കാണുന്നത്. അപ്പോൾ റസ്വാസങ്ങളെ വെളിച്ചം നമുക്ക് വേണോ? ആ വെളിച്ചത്തിൽ നിന്ന് തിരി കത്തിച്ച ആൾക്കാരെ നമ്മൾ നോക്കണം. അതായത് മുറബിയായ മശായിഖന്മാർ, കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന കാമിലീങ്ങളായ ആരിഫീങ്ങൾ, അവരൊക്കെ റസ്വാസങ്ങളെടുത്തുനിന്ന് ആ റസ്വാസങ്ങളെ പ്രകാശത്തിൽ നിന്ന് തിരി കത്തിച്ചവരാണ്. അപ്പോൾ അവരിലേക്ക് നമ്മൾ മടങ്ങുന്നതിലൂടെ നമ്മൾ ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തന്നെയാണ് മടങ്ങുന്നത്. കാരണം റസ്വാസങ്ങളിൽ നിന്ന് അവർ കത്തിച്ചിട്ടാണ് അവർ കത്തുന്നത്. അപ്പോൾ റസ്വാസങ്ങളെ പ്രകാശത്തെ ഇന്നും നമുക്ക് കാണാം അവരിലൂടെ. റസ്വാസങ്ങൾ അവരിലൂടെ നമ്മളെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ സഹായം ഒരിക്കലും നിലക്കുന്നില്ല. ഫലാ റൈബ കാന മിസ്ബാഹ കുല്ലു ഫദ്ലിൻ, അതുകൊണ്ടൊരു സംശയമില്ല, എല്ലാം ശ്രേഷ്ഠതയുടെയും വിളക്കാണ് അവിടുന്ന്. വകമാലി ബറസ ലിഐരിഹി മിനൽ വുജൂദ്, ഇവിടെ പ്രപഞ്ചത്തിൽ വെളിവായിട്ടുള്ള എല്ലാ പരിപൂർണതകളും അവിടെ നിന്നാണ്. അന്നഹു ഖലീഫത്തുൽ അക്ബർ മുമിദ്ദുൽ ലികുല്ലി മൗജൂദ്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ഖലീഫയും ഇവിടെ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും മദത് കൊടുക്കുന്നവരുമാണ്. വശാഹിദുഹു മാ സഹ മിൻ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിന്റെ തെളിവാണ് റസൂലുള്ളാഹി പറഞ്ഞ കൗല്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ആദമു ഫമൻ ദൂനഹു, ആദം അലൈഹിസ്സലാമും അവർക്ക് ശേഷമുള്ളവരും അവരുടെ മക്കളും ഒക്കെ തഹ്ത ലിവാഹി യൗമുൽ ഖിയാമ, എല്ലാവരും എൻ്റെ കൊടിക്കീയിലായിരിക്കും നാളെ ഉണ്ടാവുക. ഖിയാമത്ത് നാളിൽ ഓരൊക്കെ എത്ര വലിയവരാണെങ്കിലും ഒക്കെ എൻ്റെ കീഴിലായിരിക്കും വരിക എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. വഖൗലിഹി, അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ലൗകാന മൂസ ഹയ്യൻ മാ വസിഅഹു ഇൽത്തിബാഇ, മൂസാ നബി അലൈഹി സ്വലാം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ പിന്തുടരല്ലാതെ വേറെ രക്ഷയൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ സയ്യിദുനാ ശൈഖ് അഹ്മദ് തിജാനി തങ്ങൾ പല ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, ഓർമ്മ ശരിയല്ല. വലിയ മഹത്വക്കളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ, അവരിന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ പിന്തുടരല്ലാതെ, എൻ്റെ മുരീദാവലല്ലാതെ അവർക്ക് ഓപ്ഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ റസ്വാസങ്ങളുടെ ഖത്മീയത്തിനെ, റസ്വാസങ്ങളെ ഏറ്റവും പരമോന്നതമായ സ്ഥാനത്തെ കാണിക്കുന്നത് പോലെ അഹ്മദ് തിജാനി തങ്ങളുടെയും ഖത്മീയത്തിനെയും ഔലിയാക്കന്മാരുടെ അവരുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെയും കാണിക്കുന്നത്. ഇതുപോലത്തെ വാക്കുകൾ അവരും പറഞ്ഞത്. ലൗകാനത്ത് മൂസ ഹയ്യൻ വമാ വസിഅഹു ഇല്ലത്തിബാഇ, മൂസാ നബി അലൈഹി സ്വലാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിന്തുടരല്ലാതെ വേറൊരു ഓപ്ഷൻ അവർക്ക് ഉണ്ടാവില്ല. ഇന്നമാ കാന ഇബ്രാഹിം ഖലീലൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഖലീലായത് മിൻ വറാഇ വറാ, എന്നെ പിന്തുടരുന്നുകൊണ്ടാണ്, എൻ്റെ പിന്നിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എന്തൊക്കെ മഹത്വം ഉണ്ടോ ആ മഹത്വങ്ങളൊക്കെ മഹത്വമായത് എന്നെ പിന്തുടരുന്നതും എൻ്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഖാല ഖുതുബുൽ കാമിൽ സയ്യിദി അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഖുതുബുൽ കാമിൽ അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷാദുൽ ഇമാമിൻ്റെ ശിഷ്യനാണ്. ഇബ്നു തൈല സിക്കന്ദർ റളിയല്ലാഹു അൻഹു തങ്ങളോടൊക്കെ, അതുപോലെ തന്നെ ഇമാം ബൂസൂരി തങ്ങളെയൊക്കെ ശൈഖാണ് അവർ. അംബിയ ഓ ഖുലിഖു മിൻ റഹ്മതി, അംബിയാക്കന്മാരെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് റഹ്മത്തിൽ നിന്നാണ്, കാരുണ്യത്തിൽ നിന്നാണ്. നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ശറഫ വകറമ വജ്ജദ ഹുവ ഐനു റഹ്മ, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവട്ടെ അവർ റഹ്മത്ത് തന്നെയാണ്. അംബിയാക്കന്മാർ സൃഷ്ടിക്കപ്പെട്ടത് റഹ്മത്തിൽ നിന്നാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റഹ്മത്താകുന്ന സത്തയാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ, ആലം എന്ന് പറഞ്ഞാൽ എന്താ, സിവല്ലാഹ്, അല്ലാത്ത എല്ലാം, എല്ലാത്തിനും റഹ്മത്തായിട്ടല്ലാതെ അങ്ങയെ ഞാൻ അയച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റഹ്മത്ത് തന്നെയാണ്. എന്നാൽ മറ്റമ്പിയാക്കന്മാർ റഹ്മത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഫദആ ഇലല്ലാഹി ബിൽ ബസീറത്തിൽ വാദിഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വ്യക്തമായ ഉൾക്കാഴ്ച കൊണ്ട് അള്ളാഹിലേക്ക് ആളുകളെ ക്ഷണിച്ചു.
വൽ ബയ്യിനത്തുൽ ഖായിദ, സ്ഥാപിക്കപ്പെട്ട തെളിവുകൾ കൊണ്ട് ആളുകൾ അള്ളാഹിലേക്ക് ക്ഷണിച്ചു. വഖറബൽ മദാരിക വബയ്യനൽ മസാലിക്, അങ്ങനെ ഗ്രഹിക്കാനുള്ളതൊക്കെ അവിടുന്ന് നമുക്ക് എളുപ്പമാക്കി തന്നു. ആത്മീയമായ യാത്രയൊക്കെ നമുക്ക് വെളിവാക്കി തന്നു. വഹസ്സ അല സുലൂക്കി സബീലിൽ ഹുദ, അങ്ങനെ ഹിദായത്തിലേക്കുള്ള മാർഗം അവിടുന്ന് ഹിദായത്തിൻ്റെ വഴിയിലുള്ള യാത്ര അവിടുന്ന് പ്രോത്സാഹിപ്പിച്ചു. വജിത്തിനാബ് സബീലിർ റദ, അതുപോലെ തന്നെ നാശത്തിലേക്കുള്ള വഴി അവിടുന്ന് തിരസ്കരിക്കുകയും ഒഴിവാക്കാൻ പറയുകയും ചെയ്തു. ഫമാ തറക ഷൈഅൻ യുഖർരിബു ഇലല്ലാഹി ഇല്ലാ വദഅ ഇലൈഹി, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും അവിടുന്ന് പറയാത്തതായിട്ടില്ല. അതായത് അള്ളാഹിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ അടുപ്പിക്കുന്നതായിട്ടുണ്ടോ അതൊക്കെ വിശ്വാസങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലാ അദബൻ യസ്ലഹു അൻ യകൂനൽ അബ്ദു ബിഹി വമഅല്ലാഹി ഇല്ലാ ഹസ്സ അലൈഹി, അള്ളാഹുവിൻ്റെയും അടിമകളുടെ ഇടയിൽ എന്തൊക്കെ നല്ല അദബുകൾ ഉണ്ടോ അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രോത്സാഹനം നൽകി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹിലേക്ക് അടുപ്പിക്കുന്ന ഒരു മാർഗവും വിശ്വാസങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാത്തതില്ല. അള്ളാഹിനോടായി ബന്ധപ്പെട്ട ഒരു അദബും വിശ്വാസങ്ങൾ നമുക്ക് പ്രോത്സാഹനം നൽകാത്തതായിട്ടില്ല. വലാ ഷൈഅൻ യശ്അലാനില്ലാഹി ഇല്ലാ ഹദറൽ ഇബാദ മിൻഹു, അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധനാക്കുന്ന ഒരു കാര്യത്തെ തൊട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് ചെയ്യാത്തതായിട്ടില്ല, സൂക്ഷിക്കാൻ പറയാത്തതായിട്ടില്ല. അതായത് എന്ത് വിഷയം അള്ളാഹിനെ തൊട്ട് അശ്രദ്ധനാക്കുന്ന, അള്ളാഹിനെ ഗഫലത്തിലാക്കുന്ന ഏതൊക്കെ വിഷയമുണ്ടോ അതൊക്കെ വിശ്വാസങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലാ അമലൻ യഖ്തഅഹു അനില്ലാഹി ഇല്ലാ വ അഖ്റജഹും അൻഹു, അതുപോലെ അള്ളാഹുവിൽ നിന്ന് നമ്മളെ മുറിച്ച് കളയുന്ന ഒരു കാര്യത്തെയും അവിടുന്ന് നമുക്ക് നമ്മളെ അതിൽ നിന്ന് തിരിച്ച് കളയാത്തതായിട്ടില്ല. അള്ളാഹുവിൽ നിന്ന് മുറിച്ച് കളയുന്ന എല്ലാ കാര്യങ്ങളും അവിടുന്ന് നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചുതരികയും ചെയ്തിട്ടുണ്ട്. ലാ യഅലൂന സുഹൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നസീഹത്ത് നൽകാനുള്ള ഒരു അവസരവും പായാക്കിയിട്ടില്ല. ഫീ തഖ്ലീസിൽ ഇബാദ്, അടിമകളെ സ്വതന്ത്രനാക്കുന്നതിൽ. മിൻ അഹ്വാലിൽ ഖതീഅ, അള്ളാഹുവിൽ നിന്ന് തൊട്ട് മുറിച്ച് കളയുന്ന എല്ലാ അവസ്ഥകളെയും കുറിച്ച് റസൂലുള്ളാഹി നമുക്ക് നസീഹത്ത് തന്നിട്ടുണ്ട്. അമിൻ മവാത്തിനിൽ ഹലക്ക, നാശത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും റസൂലുള്ളാഹി നമുക്ക് നസീഹത്ത് തന്നിട്ടുണ്ട്. ഇലാ അനിസ്തഹൽ അലൈൽ ഷിർക്ക്, എത്രത്തോളം നന്നായി പറഞ്ഞ് അവസാനം നമുക്ക് ഷിർക്കിൻ്റെ രാത്രി നമ്മളിൽ നിന്ന് അസ്തമിച്ചു പോയി, നമ്മളിൽ നിന്ന് ഒഴിവായിപ്പോയി. വൈൻകാലത്ത് അഗയാറഹോ, അതുപോലെ തന്നെ അല്ലല്ലാത്ത വസ്തുക്കൾ നമ്മളിൽ നിന്ന് ഇല്ലാണ്ടാവുകയും അവസാനിക്കുകയും ചെയ്തു. അള്ളാഹൻ നഹാറുള്ള അയ്യാൻ, വസ്തുക്കളുടെ അള്ളാഹുവിൻ്റെ തജല്ലിയുടെ ദിവസങ്ങൾ നമ്മൾ മുമ്പിൽ വെളിവാകി വന്നു. വാശ്റഖത്തുൽ അൻവാർ, അവൻ്റെ പ്രകാശം നമ്മളെ മുമ്പിൽ ഉദിക്കുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഖുകൾ പറയുന്ന വിശ്വാസങ്ങൾ നമുക്ക് പറഞ്ഞു തരാത്ത ഒരു കാര്യമില്ല. എല്ലാ അദബുകളും പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിൽ നിന്ന് മുറിച്ച് കളയുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നു. എല്ലാ അള്ളാഹുവിൻ്റെ ഗഫലത്തിലായി കഴിയുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നു. അള്ളാഹിലേക്കുള്ള നമ്മളെ സമീപസ്ഥരാക്കുന്ന എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചു തന്നു. ഒന്നും അവിടുന്ന് വിട്ട് കളഞ്ഞിട്ടില്ല. വറഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദീനിഹി ലിവാഅഹു, ദീനി ലിവാഅഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൻ്റെ കൊടിയെ പാറിപ്പറത്തിച്ചു. വതമ്മത്ത് നിലാബഹു, ദീനിൻ്റെ രൂപത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമാക്കി. വഖററ ഫറായിദുഹു വഅഹ്കാമുഹു, ദീനിൻ്റെ ഫർളുകളും വിധികളും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ചു തന്നു. വബയ്യന ഹലാലുഹു വ ഹറാമുഹു, ഹലാലും ഹറാമും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കി തന്നു. വകമാ ബയ്യന ലിബാദിഹിൽ അഹ്കാം, ഹറാമും ഹലാലും വിധിവിലക്കുകളും പറഞ്ഞു തന്നതുപോലെ തന്നെ കദാലിക ഫതഹലഹും ബാബുൽ ഇഫ്ഹാം, അതിൻ്റെയൊക്കെ ഗ്രാഹ്യതയുടെ വാതിലുകളും നമുക്ക് തുറന്നു തന്നു. ഹത്താ ഖാല റാവി, എത്രത്തോളം എന്നാൽ സഹാബാക്കളിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലഖദ് തറക്കനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിശ്വാസങ്ങൾ നമ്മൾ വിട്ടുപിരിഞ്ഞപ്പോൾ വ ഇന്ന ത്വയ്റ യതഹറഖു ഫിസ്സമാ, വിശ്വാസങ്ങൾ വിട്ടുപിരിഞ്ഞ സമയത്ത് അതിനുശേഷം ആകാശത്തിലൂടെ ഒരു പക്ഷി ഇങ്ങനെ അനങ്ങുകയാണെങ്കിൽ തന്നെ ഫയസ്തഫീദു മിൻഹു ഇൽമൻ, അതിലൂടെ നമുക്കൊരു അറിവ് കിട്ടുമായിരുന്നു എന്ന്. അതായത് അത്രത്തോളം എല്ലാ കാര്യങ്ങളും വിശ്വാസങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. ആകാശത്തോട് ഒരു പക്ഷി ഒന്നും മാറി പറക്കുകയോ ഒന്ന് അനങ്ങുകയോ ചെയ്താൽ പോലും അതിലൂടെ നമുക്കൊരു അറിവ് കിട്ടുമായിരുന്നു. അത്രത്തോളം എല്ലാ കാര്യങ്ങളും വിശ്വാസങ്ങൾ വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നി പഠിപ്പിക്കാത്തതായിട്ട് ഒന്നുമില്ല.
നമ്മൾ ഏത് വിഷയം നമ്മൾ ആലോചിക്കുക, എത്ര അത്ഭുതകരമാണ്. ഏത് വിഷയത്തിൽ നമ്മൾ നോക്കിയാലും വിശ്വാസങ്ങൾ ഒരു ഹദീസ് അതിലുണ്ടാവും, ഒരു സുന്നത്ത് അതിലുണ്ടാവും. ഒരു ചെറിയ ജീവിതത്തിൽ എത്രത്തോളം വിശ്വാസങ്ങൾ പഠിപ്പിക്കുകയും പറഞ്ഞു തരികയും ചെയ്ത് എല്ലാത്തിനും നമുക്ക് അതിൽ ആശയങ്ങൾ കണ്ടെത്താൻ പറ്റുമല്ലോ. ഇത്രയും വലിയ മദ്ഹബുകൾ ഉണ്ടായത്, ഇത്രയും വലിയ ത്വരീഖത്തുകൾ ഇവിടെ വന്നത്, ആത്മീയമായ വിഷയങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത്, അതിനൊക്കെ സൂചനകൾ വിശ്വാസങ്ങൾ ഹദീസുകളിലും സുന്നത്തും നമുക്ക് കിട്ടുന്നതല്ലേ. അപ്പോൾ ആ കുറഞ്ഞ ദിവസങ്ങളിലുള്ളിൽ, കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ എന്തൊക്കെ വിശ്വാസങ്ങൾ പഠിപ്പിച്ചത്. ഹബിഹക്കി ഖൗലുഹി സുബ്ഹാനഹു തആല, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീൻ നിർബന്ധിക്കലില്ല. കതബയ്യൻ റുഷ്ദ് മിനൽ ഗയ്യ്, തെറ്റിൽ നിന്ന് ഹിദായത്തിൻ്റെ വഴി ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ എല്ലാം വ്യക്തമാണ്, വേണവർ വന്നാതി. വഖാല സുബ്ഹാനഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതത്തെ ദീനിനെ ഞാൻ പരിപൂർണമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശ്വാസങ്ങൾ പറഞ്ഞു തറക്തുഹാ ബൈദാഅ നഖിയ്യത്തൻ, വ്യക്തമായ വെളുപ്പിച്ച് വ്യക്തമാക്കുന്ന രൂപത്തിൽ, തിളങ്ങുന്ന രൂപത്തിൽ ഞാൻ ഈ ദീനിനെ വിട്ടേച്ച് പോയി. അതായത് അതിലൊന്നും ഇനി വ്യക്തമാക്കാനില്ല, അത്രയും വ്യക്തമായ രൂപത്തിൽ ഈ ദീനിൻ്റെ വിശ്വാസങ്ങൾ ഇവിടെ സംവിധാനിച്ചു പോയി. ജസാഹുല്ലാഹു ഖൈറൻ മാ ജസാ നബിയ്യൻ അൻ ഉമ്മത്തി, നബിമാർക്ക് അള്ളാഹു എന്തൊക്കെ കൊടുക്കുന്നു അതിനൊക്കെ പ്രതിഫലം എങ്ങനെയൊക്കെ, ഏതൊക്കെ നബിമാർക്ക് എങ്ങനെയൊക്കെ അള്ളാഹു പ്രതിഫലം നൽകുക, അതൊക്കെ റസൂലുള്ളാഹി വിശ്വാസങ്ങൾക്ക് അള്ളാഹു കൊടുക്കട്ടെ. ഈ ഒരു വിശ്വാസങ്ങൾ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട്. വലമ്മ അക്മല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ, പരിപൂർത്തീകരിച്ചപ്പോൾ, ലി സബീൽ റഷാദ്, ഹിദായത്തിലേക്കുള്ള വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തന്നപ്പോൾ, വഅദ്ഹറ മസാലിക്കൽ മൗസിലത്തു ഇലല്ലാഹി ലിൽ ഇബാദ്, അടിമകളെ അള്ളാഹുലേക്ക് എത്തിക്കുന്നതിൻ്റെ വഴി എങ്ങനെയാണെന്ന് വിശ്വാസങ്ങൾ വെളിവാക്കി തന്നപ്പോൾ, തവഫാഹുല്ലാഹു ഇലാ ദാരില്ലത്തി ഹിയ ഖൈറുൻ ലഹു വഔല, അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനെ കൊണ്ടുവന്നു. ഇതൊക്കെ വിശ്വാസങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞപ്പോൾ വിശ്വാസങ്ങൾ വഫാത്ത് വന്നു ചേർന്നു. വിശ്വാസങ്ങൾ പിന്നെ ഏറ്റവും ഉന്നതവും ഏറ്റവും ഹൈറുമായ മറ്റൊരു ലോകത്തേക്ക് പോയി. ബാദ അൻ ഹയ്യറഹു, പക്ഷെ ആ ലോകത്തേക്ക് പോകുന്നതും വിശ്വാസങ്ങൾക്ക് ചോയ്സ് നൽകപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് പോരാ, നിങ്ങളെ അല്ല മലക്കൽ മുഖത്ത് വന്ന സമയത്ത് വിശ്വാസങ്ങൾ ചോദിച്ചല്ലോ, നിങ്ങളെ ചോയ്സാണ് എപ്പോഴാണ് ഞാൻ മരണം പിടിക്കേണ്ടത്, നിങ്ങൾക്ക് വേണം ഇവിടെ കാലാകാലം ജീവിക്കാം. അപ്പോൾ വിശ്വാസങ്ങൾ വഖ്താറ റഫീഖൽ ആല, അപ്പോൾ വിശ്വാസങ്ങൾ പിന്നെ തിരഞ്ഞെടുത്തത് റഫീഖൽ ആല, ഏറ്റവും ഉന്നതമായ കൂട്ടുകാരൻ്റെ സന്നിധിയിലേക്ക്, അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്കുള്ള യാത്രയായിരുന്നു. സുമ്മ ജഅലല്ലാഹു സുബ്ഹാനഹു വതആല, പിന്നെ അള്ളാഹു വെച്ചു ദുആഉ ഇലല്ലാഹി ഫി ഉമ്മത്തി അബദൻ വദാഇമൻ സർമദ, വിശ്വാസങ്ങൾക്ക് ശേഷം അള്ളാഹുവിലേക്ക് നിരന്തരമായ അറ്റമില്ലാത്ത അള്ളാഹുലേക്കുള്ള വിളി ഇവിടെ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ഇവിടെ ബാക്കിയാക്കി വെച്ചു. ബിമാ വരിസമിൻഹു, വിശ്വാസങ്ങളിൽ നിന്ന് അനന്തരാവകാശം ലഭിച്ച ആളുകളിലൂടെ. അത് വിശ്വാസങ്ങൾ വഫാത്തായതിനു ശേഷം അള്ളാഹുലേക്ക് ആളുകൾ ക്ഷണിക്കുന്ന ആരാണ്? വിശ്വാസങ്ങൾ അനന്തരാവകാശികളായ ആരിഫീങ്ങളായ ഔലിയാക്കന്മാരാണ് അള്ളാഹുലേക്ക് വിശ്വാസങ്ങൾ തങ്ങൾക്ക് ശേഷം അള്ളാഹുലേക്ക് ആളുകൾ ക്ഷണിക്കുന്നത്. വാഹദു അൻഹു, അവർ വിശ്വാസങ്ങളിൽ നിന്നാണ് അതൊക്കെ സ്വീകരിച്ചത്. വിശ്വാസങ്ങളിൽ നിന്ന് അനന്തരമായി സ്വീകരിക്കുകയും അവിടുന്ന് നേടിയെടുക്കുകയും ചെയ്തല്ലാതെ അവരുടെ അടുത്തൊന്നുമില്ല. ഖദ് ഷഹിദ ലഹും ഹഖ് സുബ്ഹാനഹു വതആല ബിദാലിക് വജഅലു മഹലൻ ലിമാ ഹുനാലിക് ഖാല അല്ലാഹു സുബ്ഹാനഹു വതആല, അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, അവരതിന് അഹ്ലുകാരാണെന്നുള്ളതിനെ പറ്റി അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. എങ്ങനെ? കുൽ, നബിയങ്ങൾ പറയണം, ഹാദി സബീൽ, ഇതെൻ്റെ വഴിയാണ്, അതൂ ഇലല്ലാഹി അലാ ബസീറത്തിൻ, അള്ളാഹുലേക്ക് ഉൾക്കാഴ്ച കൊണ്ട് ബസീറത്ത് കൊണ്ട് ക്ഷണിച്ചതാണത്. അന വമനിത്തബ അനീം, ഞാനും എന്നെ പിന്തുടർന്നവരും. അപ്പോൾ വിശ്വാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വിശ്വാസങ്ങളും വമനിത്തബാനി, വിശ്വാസങ്ങളെ പിന്തുടർന്നവരുന്നു. അപ്പോൾ വിശ്വാസങ്ങൾക്ക് ശേഷം വരുന്ന വിശ്വാസങ്ങളെ വാരിസീങ്ങളായ ആളുകളിലൂടെയാണ് ഈ ദഅവത്ത്, ഈ അള്ളാഹിലേക്കുള്ള ക്ഷണം അള്ളാഹു നടത്തുന്നത്. ഇൻതഹാ കലാമു റളിയല്ലാഹു അൻഹു. വഇദാ തഹഖഖ അന്ന സയ്യിദന സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ സിറാജുൽ ഖൗൻ, ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകാശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, ഫമാ തസ്തുറു ഐ തബ്റുസു ഫിൽ വുജൂദ്, ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഉത്ഭവിക്കുകയില്ല, ഇല്ലാ മൻ അൻ ലൗഇക്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൽ നിന്നല്ലാതെ, ആ വിളക്കിൽ നിന്നല്ലാതെ. അയ്യുഹ സയ്യിദുൽ കാമിൽ അൽവാഉ കുല്ലുഹാ മിനൽ ആയാതി വൽ മുജിസാത്ത്. ഇവിടെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിക്കുന്ന, അള്ളാഹുവിൻ മോജിസാത്തുകൾ, കറാമത്തുകൾ, അത്ഭുതങ്ങൾ കാണിക്കുന്ന എല്ലാ വിളക്കുകളും, വസായിലുൽ മസായ വൽ കറാമാത്ത്, എല്ലാ മഹത്വങ്ങൾ കാണിക്കുന്നവരും അവരൊക്കെ തന്നെ ആ മഹത്വങ്ങൾ കാണിക്കുന്നത്, മോജിസാത്തുകൾ കാണിക്കുന്നത്, അടയാളങ്ങൾ കാണിക്കുന്നത് റസൂലുള്ളാഹിയുടെ വിളക്കിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ്. വൈൻ താഖറ വജൂദഹു അൻ ജമീൽ അംബിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിവാകൽ സംഭവിച്ചത് ബാഹ്യമായിട്ട് എല്ലാ നബിമാർക്കും ശേഷമാണെങ്കിലും, ലാക്കിൻ നൂറുഹു നുബുവത്തിക്ക മുഖദ്ദമുൻ അലൈക്കും, റസൂലുള്ളാഹിയുടെ നുബുവത്തിൻ്റെ നൂറ് അവരുടെയൊക്കെ മുമ്പേ വന്നതാണ്. ബൽ മാത്രമല്ല അലാ ജമീൽ മഖ്ലൂഖാത്ത്, അവർക്ക് മുമ്പേ മാത്രമല്ല സൃഷ്ടിക്ക് മുമ്പേ തന്നെ അവിടുത്തെ നുബുവത്ത് വെളിവായിട്ടുണ്ട്. സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ നൂറാണ് വെളിവായത്, അവിടുത്തെ നുബുവത്താണ് വെളിവായത്. അപ്പോൾ റസൂലുള്ളാഹി അവസാനത്തെ പ്രവാചകനായി നബിയായിട്ടാണ് വന്നതെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹുങ്ങളുടെ നുബുവത്ത് എല്ലാ നബിമാരെക്കാളും എല്ലാ സൃഷ്ടികളെക്കാളും മുമ്പ് വെളിവാക്കപ്പെട്ടതാണ്. ഫി ബുർദയിൽ പറയുന്നുണ്ട്, വകുല്ലു ആയിൻ അതാർ റസൂലുൽ കിറാമു ബിഹാ ഫഇന്നമ തസലത് മിൻ നൂരിഹി ബിഹിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഹൽഖി കുല്ലിഹിമി. വകുല്ലു ആയിൻ അതാർ റസൂൽ, എല്ലാ നബിമാരും അവർ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ അടയാളങ്ങളും, കിറാമു ബിഹാ, അവർ കൊണ്ടുവന്നുള്ള എല്ലാ മഹത്വങ്ങളും, ഫഇന്നമ തസലത് മിൻ നൂരിഹി ബിഹിമി, അവരത് എത്തിച്ചേരുന്നത്, അതവർ സ്വീകരിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തിൽ നിന്നാണ്. അവരുടെ എല്ലാ അടയാളങ്ങളും അവരുടെ എല്ലാ ദൃഷ്ടാന്തങ്ങളും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചേരുന്നതാണ്. വിശ്വാസങ്ങളിലേക്ക് എത്തിച്ചേരാത്ത ഒന്നും അവരുടെ അടുത്തൊന്നുമില്ല. വകുല്ലു ആയിൻ അതർ റസൂലുൽ കിറാമു ബിഹാ ഫഇന്നമ തസലത് മിൻ നൂരിഹി ബിഹിമി. അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ, ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഖാൽ ഖുൽതു യാ റസൂലല്ലാഹ്, മഹാനുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അഖ്ബർനി അൻ അവ്വല ഷൈഇൻ ഖലഖതഹുല്ലാഹു ഖബ്ലൽ അശ്യാ, എല്ലാ സൃഷ്ടികൾക്കും മുമ്പും സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ വസ്തുവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം, എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് അള്ളാഹു സൃഷ്ടിച്ച ഒന്നുണ്ട്, അതിൽ നിന്നാണ് എല്ലാം വന്നത്, അത് ആദ്യം എന്താണ് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു വിശ്വാസങ്ങൾ ചോദിച്ചു. അപ്പോൾ വിശ്വാസങ്ങൾ പറഞ്ഞു, യാ ജാബിർ, അല്ലയോ ജാബിറെ, ഇന്നല്ലാഹ ഖലഖ ഖബ്ലൽ അശ്യാ നൂറു നബിയിക്, നിങ്ങളുടെ നബിയുടെ പ്രകാശത്തെയാണ് എല്ലാ വസ്തുവിന് മുമ്പിലും അള്ളാഹു പടച്ചിട്ടുള്ളത്. മിന്നൂരിഹി, അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ നിന്നുണ്ടായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെയാണ് അള്ളാഹു ആദ്യം പടച്ചത്. ഫജഅല ദാലിക നൂറൻ, എന്നിട്ട് ആ നൂറിനെ അള്ളാഹു വെച്ചു, യദൂറു ബി ഖുദ്റത്തി ഹൈസു ഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ശക്തി കൊണ്ട് ഇങ്ങനെ അവനുദ്ദേശിച്ച സ്ഥലത്തു കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ചലിക്കുന്ന രൂപത്തിലാക്കി. ആദ്യം ആ റസൂലുള്ളാഹിയുടെ പ്രകാശത്തെ പടച്ചു, അതിനെങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്നതിലൂടെ ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിച്ചു. വലം യകും ഫീ ദാലിക്കൽ വഖ്ത്, ആ സമയത്ത് പടക്കപ്പെട്ടിട്ടില്ല ലൗഹു പടക്കപ്പെട്ടിട്ടില്ല, വലാ കലമുൻ, കലമു പടക്കപ്പെട്ടിട്ടില്ല, വലാ ജന്നത്തുൻ, സ്വർഗം പടക്കപ്പെട്ടതില്ല, വലാ നാറുൻ, നരകം പടക്കപ്പെട്ടിട്ടില്ല, വലാ മലക്കുൻ, മലക്ക് പടക്കപ്പെട്ടിട്ടില്ല, വലാ സമാഉൻ, ആകാശങ്ങൾ പടക്കപ്പെട്ടിട്ടില്ല, വലാ അർദുൻ, ഭൂമി പടക്കപ്പെട്ടിട്ടില്ല, വലാ ശംസുൻ, സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, വലാ ഖമറുൻ, ചന്ദ്രൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, വലാ ജിന്നിയുൻ, ജിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, വലാ ഇൻസിയുൻ, ഇൻസും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അതൊന്നും ആ സമയത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഇതിനു മുമ്പാണ് റസൂലുള്ളാഹിയുടെ പ്രകാശം സൃഷ്ടിക്കപ്പെട്ടത്. ഫലമ്മാ അറാദല്ലാഹു തആല, പിന്നെ അല്ലാഹു തആല ഉദ്ദേശിച്ചു, അൻ യഖ്ലുഖൽ ഖൽഖ്, അല്ലാഹു സൃഷ്ടിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. അപ്പോൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹ് പഠിച്ചാത വിശ്വാസങ്ങളെ നൂറിനെ, അപ്പോൾ സൃഷ്ടിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. ഫഖസ്സമ ദാലിക നൂർ അർബഅത അജ്സാഇൻ, അങ്ങനെ ആ പ്രകാശത്തിനെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചു. അതായത് ആ പ്രകാശത്തിന് 4 കഷ്ടങ്ങളാക്കി, 4 ഭാഗങ്ങളാക്കി. ഇവിടെയും നമുക്ക് കാണാം, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നബിമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ 4 എണ്ണിയെ കാണാം. അതുപോലെ തന്നെ
ഈ ആദ്യം പടച്ച ഈ പ്രകാശത്തിനെ 4 കഷ്ണങ്ങളാക്കിയിരുന്നു. അവിടെ 4 നെണ്ണിയത് കാണാം. ഫഹലക മിൻ ജുസുഇൽ അവ്വലി അർഷ്, ആ ആദ്യത്തെ കഷ്ണത്തിൽ നിന്ന് അള്ളാഹു അർഷിനെ പടച്ചു. വമിൻ സാനി അൽ കലം, രണ്ടാമത്തേൽ നിന്ന് കലമിനെ പടച്ചു. വസാലിസു ലൗഹ്, മൂന്നാമത്തേൽ ലൗഹിനെ പടച്ചു. ഏതുപോലെ കലമു തന്നെ പേന, ലൗഹു തന്നെ പേപ്പർ എന്ന് പറഞ്ഞ പോലെ പേനനെയും പേപ്പറിനെയും. ആ സമയത്തുള്ള അർഷ്, കലമ്, ലൗഹ് ഇതൊക്കെ അതിൽ നിന്ന് പടക്കപ്പെട്ടു. ആദ്യത്തെ അർഷ്, പിന്നെ കലമ്, പിന്നെ ലൗഹ്. കലമ് പിന്നെ പുരുഷ സ്വഭാവമുള്ളതാണ്, ലൗഹ് സ്ത്രൈണത ഉള്ളതാണ് എന്നൊക്കെ മഹത്തുക്കൾ പറഞ്ഞത് കാണാം. അപ്പോൾ ആദ്യം പുരുഷൻ പിന്നെ സ്ത്രീ എന്നൊക്കെ പറഞ്ഞ പോലെ, ആദ്യം ജമാല് പിന്നെ ജലാല് എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ വമിൻ സാനി കലം വസാലിസ് ലൗഹ്, ലൗഹിനെ പടച്ചു. സുമ്മ കസമ ജുസു റാബി, പിന്നെ 4ാമത്തെ ഭാഗം അവിടെ ബാക്കി കിടക്കല്ലേ. ആ 4ാമത്തെ ഭാഗം റാബി അർബാത്ത് അജ്സ, അതിനെ 4 കഷ്ണങ്ങളാക്കി വീണ്ടും ഭാഗിച്ചു. ഫഹാലക മിനൽ അവലി, അതിൽ നിന്ന് 1ാമത്തേൽ നിന്ന് ഹമലത്തൽ അർഷ്, അർഷിനെ ചുമക്കുന്നവരെ പടച്ചു. അമിൻ സാനി കുർസി, അതിനുശേഷം കുർസിനെ പടച്ചു. വമിൻ സാലിസ് ബാക്കിയൽ മലായിക്ക, പിന്നെ മലക്കുകളെ മുഴുവൻ പടച്ചു. സുമ്മ കസമർ റാബിയോ, അതിലും പിന്നെ 4ാമത്തെ ഒരു ഭാഗം ഉണ്ടാവല്ലോ. ആ 4ാമത്തെ ഭാഗത്തിനെ അർബ അജിസായി 4 ഭാഗങ്ങളായി വീണ്ടും തിരിച്ചു. ഫഹലക മിൻ അവലി സമാവാത്ത്, അതിലെ 1ാമത്തെ ഭാഗം കൊണ്ട് ആകാശത്തെ പടച്ചു. അമിൻ സാനി അർലീൻ, പിന്നെ 2ാമത്തത് കൊണ്ട് ഭൂമിനെ പടച്ചു. വമിൻ സാലിസ് ജന്നത്ത് വന്നാർ, 3ാമത്തത് കൊണ്ട് സ്വർഗവും നരകവും ഒക്കെ പടച്ചു. സുമ്മ, അപ്പോൾ 4ാമത്തെ ഭാഗം കിടക്കല്ലേ. സുമ്മ കസമർ റാബി അർബാത്ത് അജിസായിൻ, പിന്നെ 4ാമത്തേന് പിന്നെയും 4 ഭാഗങ്ങളാക്കി. ഫഹലക മിൻ അവലി നൂറു അബ്സാറിൽ മുഅ്മിനീൻ, അതിൻ്റെ 1ാമത്തെ ഭാഗത്ത് നിന്ന് മുഅ്മിനീങ്ങളുടെ ഉൾക്കാഴ്ചനെ പടച്ചു. അമിൻ സാനീൻ, 2ാമത്തെ ഭാഗത്ത് നിന്ന് നൂറ് ഖുലൂബു, ഹൃദയത്തിൻ്റെ പ്രകാശത്തെ പടച്ചു. അത് മാരിഫത്തുല്ല, അള്ളാഹിൻ്റെ മാരിഫത്താണ്. അമിൻ സാലിസു, അതിന് 3ാമത്തെ നൂറു അൻഫുസീം വഹുവ തൗഹീദ്, അവരുടെ നഫ്സിൻ്റെ നൂറാണ്, പ്രകാശമാണ്, അത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എഴുതിയാൽ ഇങ്ങനെ ഉണ്ടാവും. ആദ്യം അർഷ്, പിന്നെ കലമ്, ലൗഹ്, അത് 4ാമത്തെ ഭാഗം 4 കഷ്ണാക്കി. അതിൽ അർഷിനെ ചുമക്കുന്നവർ, കുർസി, മലക്കുകൾ, അതിന് 4ാമത്തെ വീണ്ടും 4 കഷ്ണാക്കി. ആകാശം, ഭൂമി, നരകം, സ്വർഗം, അതിന് 4ാമത്തെ വീണ്ടും 4 കഷ്ണങ്ങളാക്കി. അത് പിന്നെ എന്താ പറയുക, മുഅ്മിനീങ്ങളുടെ ഉൾക്കാഴ്ച, മാരിഫത്ത്, അതുപോലെ അവരുടെ ആത്മാവിൻ്റെ വെളിച്ചം, അത് തൗഹീദാണ്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ, ഇത് ശരിക്കും വീണ്ടും പഴയതിലേക്ക് തന്നെ കണക്റ്റ് ആവുന്നത് പോലെയാണ്. വച്ച് കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് 4 ഡോട്ട് ഉണ്ടാവുന്നു, ആ 4ാമത്തെ ഡോട്ടിൽ നിന്ന് വീണ്ടും 4 ഡോട്ട് ഉണ്ടാവുന്നു, ആ 4ാമത്തെ ഡോട്ടിൽ നിന്ന് വീണ്ടും 4 ഡോട്ട് ഉണ്ടാവുന്നു, ആ 4ാമത്തെ ഡോട്ടിൽ നിന്ന് വീണ്ടും 4 ഡോട്ട് ഉണ്ടാവുന്നു. ഈ 4ാമത്തെ ഡോട്ട് വീണ്ടും ഒന്നിലേക്ക് തന്നെ കണക്റ്റ് ആവണം. ഇതെല്ലാം ആ ഒന്നിലേക്ക് തന്നെ കണക്റ്റ് ആവുമെന്ന് അർത്ഥം. അപ്പോൾ 4 × 4 16 കിട്ടും. അതുകൊണ്ട് അള്ളാഹിൻ്റെ ഖലീഫക്ക് 16 ലോകങ്ങളുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ 16 ലോകങ്ങൾ, അതിനൊക്കെ ഒരു തെളിവായിട്ട് ഈ ഹദീസിന് നമുക്ക് കാണാൻ സാധിക്കും. ആ 16 എന്ന് പറഞ്ഞാൽ 16 സെപ്പറേറ്റ് അല്ല, ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ്. അഖ്റജഹു അബ്ദുർ റസാഖ് ബിൻ സനദിഹിൽ ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്നുള്ള അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങളിലേക്കുള്ള സനദ് വഴി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ജസാക്കല്ലാഹു ഖൈർ.